സോ ആളുകളൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ മക്കളെ, അല്ലെ? കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേൾക്കാമെന്നോ, എസ് ആർന്നോ, എസ് എന്നോ എന്തെങ്കിലുമൊക്കെ ഒരു റെസ്പോൺസ് എനിക്ക് തരണേ. ഇല്ല, യെസ്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. സോ അതിലൊന്നും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഞാൻ എപ്പോഴും ക്ലാസ്സുകളിലെല്ലാം ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം, ക്ലാസ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ലൈവ് ആയിരിക്കണം. അത് ലൈവ് ആയിരുന്നെങ്കിൽ അതുകൊണ്ടൊരു അർത്ഥമുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ആളുകളായിട്ട് എൻ്റെ ഒരു കുട്ടിയെ പോലും ഞാൻ കാണാറില്ല. കാരണം ക്ലാസ് എപ്പോഴും ലൈവ് ആയിരിക്കണം, ഇന്ററാക്റ്റീവ് ആയിരിക്കണം. രണ്ടു പേർക്കും അതുകൊണ്ട് മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ടാവുകയും വേണം ആ സാധനത്തിൽ നിന്ന്. സോ ഇന്നിപ്പോ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വളരെ സീരിയസ് ആയ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് IBPS-PO എന്നുള്ളതല്ല. IBPS-PO കരിയർ ഗൈഡൻസ് സെമിനാർ അല്ലെങ്കിൽ IBPS-PO എങ്ങനെ നേടാം എന്നൊക്കെ ഉള്ളത് ഈ ഇന്നത്തെ ക്ലാസിന്റെ വിഷയമാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ IBPS-PO എന്നുള്ളതിനെ പറ്റി മാത്രമല്ല. നമ്മളെല്ലാവരും ഈ ജോലി എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ നമ്മുടെ കരിയർ എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് നമ്മളൊരു +2 പഠനത്തിനൊക്കെ ശേഷം, അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക. ചെറുപ്പത്തിലെ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ എൻ്റെ ചെറുപ്പത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് ആനപ്പാപ്പാനാവണം. കാരണം ഞാൻ നോക്കിയപ്പം ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു ജോലിയെ എന്നെ സംബന്ധിച്ച് എനിക്ക് അന്നേരം തോന്നിയത് അതായിരുന്നു. ഇന്നും എനിക്ക് അതിനോട് ഇഷ്ടമാണ്, ടു ബി ഓണസ്റ്റ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമുക്ക് പലർക്കും പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. പിന്നീട് നമ്മൾ വളർന്ന് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ പല അന്നേരം ഒരു സമയത്താണ് നമ്മൾ നമ്മുടെ ജോലി, ഒരു കരിയർ എന്നതിനെ പറ്റി കാര്യമായിട്ട് ചിന്തിച്ചു തുടങ്ങുക. അപ്പൊ നമ്മുടെ മുൻപിലേക്ക് പല ഓപ്ഷനുകൾ വരും. അവിടെ പ്രൈവറ്റ് സെക്ടർ ജോലിയുണ്ട്, പബ്ലിക് സെക്ടർ ഉണ്ട്, അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാം. ഇതൊക്കെയാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ 3 മാർഗങ്ങളാണുള്ളത്. ഒന്നുകിൽ ഒരു എംപ്ലോയി ആവാം, അല്ലെ? ഒരാളുടെ കീഴിൽ ഒരു ജോലി ചെയ്ത് അയാൾക്ക് ജീവിക്കുക, അതിനാണ് എംപ്ലോയി എന്ന് പറയുക. അല്ലെങ്കിൽ അയാൾക്ക് ഒരു പ്രൊഫഷണൽ ആവാം, ആരും അയാൾക്ക് ജോലി കൊടുക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് ഡോക്ടർ, അഡ്വക്കേറ്റ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ടീച്ചേഴ്സ്, വീട്ടിൽ തെങ്ങ് കയറാൻ വരുന്നവർ, ദേ ആർ ഓൾ പ്രൊഫഷണൽസ്. കാരണം അവർക്ക് ആരും ജോലി കൊടുക്കേണ്ട ആവശ്യമില്ല, അവരെ ആളുകൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സുകാരനാണ്. സോ ഈ 3 മാർഗങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. സോ അതിൽ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകും. എന്താണ്? പബ്ലിക് സെക്ടർ ഉണ്ടാകും, പ്രൈവറ്റ് സെക്ടർ ഉണ്ടാകും, അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ്, ഇവരൊക്കെ നിങ്ങളെ പല രീതിയിൽ ഗൈഡ് ചെയ്യും. നിങ്ങളുടെ പാരന്റ്സ് ഒരിക്കലും നിങ്ങൾക്ക് മോശം ഒരു കാര്യം ഉണ്ടാകണമെന്ന് കരുതിയിട്ടല്ല അവർ പറയുക. അവരുടേതായിട്ടുള്ള അറിവും കാര്യങ്ങളും ഒക്കെ വെച്ച് നിങ്ങളോട് പറയാം. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഗ്രാജുവേറ്റിന് മുൻപിലുള്ള ഏറ്റവും വലിയ ഒരു അവസരത്തെ കുറിച്ചാണ്. അതാണ് IBPS-PO എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിനു മുൻപ് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തിനാണ് ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ ഒരു ജോലി, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സെക്ടറിൽ ഒരു ജോലി എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന മോണിറ്ററി ബെനിഫിറ്റിനേക്കാളും ഉപരി ആ ഒരു ജോബ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പൊ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജോലിക്ക് ഈ ഒരു ഗ്യാരണ്ടി എത്രത്തോളം ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇപ്പം പ്രൈവറ്റ് സെക്ടറൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. വളരെ മികച്ച അവസരങ്ങൾ ഓഫർ ചെയ്യുന്ന കമ്പനികളൊക്കെ ഇപ്പോൾ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് കോവിഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അത് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതാണ്. ഒരുപാട് വലിയ പാഠമാണ് കോവിഡ് നമ്മളെ പഠിപ്പിച്ചത്. സോ ഈ കോവിഡ് വന്ന സമയത്ത് പ്രൈവറ്റ് സെക്ടർ കമ്പനികളിൽ വലിയ പ്രൈവറ്റ് സെക്ടർ കമ്പനികൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, ആപ്പിള് തുടങ്ങിയ കമ്പനികളിൽ നിന്ന് വരെ അവർക്ക് ധാരാളം ആളുകളെ ലേ ഓഫ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ പിരിച്ചുവിടേണ്ടതായിട്ട് വന്നു. കാരണം അവരുടെ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്ക് അത് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെയും പണി പോയില്ല, അല്ലെങ്കിൽ ഒരു LD ക്ലർക്കിന്റെ പോലും പണി പോയില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്.
കാരണം ഏത് സാഹചര്യത്തിലും നിങ്ങൾ സേഫ് ആണോ, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണോ, നിങ്ങളുടെ സാലറി ആ ഡേറ്റിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അത് ഏത് കോവിഡ് വന്നാലും, ഏത് പ്രളയം വന്നാലും, ഏത് പേമാരി വന്നാലും നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് വരും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതല്ല, അതങ്ങ് മാറ്റി നിർത്തും. മറ്റു കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് സൊസൈറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട് മക്കളെ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം നിങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങളുടെ അച്ഛന്റെ പേരിലും നിങ്ങളുടെ അമ്മയുടെ പേരിലും നിങ്ങളുടെ വീട്ടുപേരിലും ഒക്കെയാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ആ ജംഗ്ഷനിൽ വന്ന് നിന്നിട്ട് ഞാന് ഇപ്പം അമ്പിളിയുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഞാൻ അവിടെ വന്ന് നിന്നിട്ട് അമ്പിളിയുടെ വീട് ഏതാന്ന് ചോദിച്ചാൽ ആർക്കും അറിയണമെന്നില്ല. അമ്പിളിയുടെ അച്ഛന്റെ പേര് പറയണം, ഇന്ന ആളുടെ മകൾ, ഇന്ന ആളുടെ വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെ, അല്ലെ ഇന്ന വീട്ടിലെ കുട്ടി, ഇന്ന ആളുടെ മകൾ, ഇന്ന ആളുടെ മകൻ, ഇന്ന ആളുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, ഇന്ന ആളുടെ ഭാര്യ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ അറിയപ്പെടുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതാണ്. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് നിങ്ങളൊരു IBPS PO എഴുതി നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ബാങ്ക് എക്സാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. പിന്നീട് ആ ജംഗ്ഷനിൽ വന്ന് ആരും നിങ്ങളുടെ വീട്ടുപേരായിരിക്കത്തില്ല ചോദിക്കുക, ഇവിടെ എവിടെയാണ് കാനറ ബാങ്കിലെ മാനേജർ താമസിക്കുന്നത്, അല്ലെ സാറിന്റെ വീട് എവിടെ, നിങ്ങളുടെ പേര് പോലും വിളിക്കില്ല. നിങ്ങളുടെ പേരിന് മുൻപ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള കാനറ ബാങ്ക് വന്നു, അല്ലെങ്കിൽ PNB വന്നു, പഞ്ചാബ് നാഷണൽ ബാങ്ക് വന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നു, അല്ലെ? അപ്പം നിങ്ങളൊരു വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയാണ്, വിവാഹം കഴിച്ച വീട്ടിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ വിവാഹ പന്തലിൽ പെണ്ണ് ഒരുങ്ങി വന്ന് നിൽക്കുമ്പോഴും ആളുകൾ പറയുന്നത് പെൺകൊച്ച് ഇന്ന ബാങ്കിലെ PO ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിലെ മാനേജറാണ് ആ കൊച്ച് എന്നായിരിക്കും പറയുക. സോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് വരുത്തുന്ന വലിയൊരു മാറ്റമുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ജോലി എന്ന് പറയുന്നത്. ഇനി അടുത്ത എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾക്ക് ഒരു ജോലി വേണമെന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമാണോ? അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ വന്ന് ഇപ്പൊ എന്നെ കേൾക്കുന്ന 10-28 പേര് ഇതിനകത്തിലുണ്ട്. അപ്പൊ ഒരു ജോലി വേണം എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമാണോ? തീർച്ചയായിട്ടും അതെ, നിങ്ങളുടെ ആഗ്രഹമാണ്. അപ്പൊ പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ ആഗ്രഹിക്കുന്നതാണ് കുഴപ്പം. ആഗ്രഹിക്കത്തേ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കത്തില്ല. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്, ജോലി കിട്ടിയാൽ വേണ്ടെന്ന് ആരും പറയത്തില്ല. ഈ ചിലരൊക്കെ ഇങ്ങനെ കുറെ നാണമില്ലേടാ നിനക്കൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നടക്കാൻ, വേറെ കാര്യമൊന്നുമില്ല, വേറെ എന്തെങ്കിലും പഠിക്കൂ എന്നൊക്കെ പറയുന്നവർക്കാണെങ്കിൽ ചേട്ടനെ ഞാൻ SBIയിലെ PO ആയിട്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് കൊണ്ട് ഇരുത്തട്ടെ എന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമാണ്, ഇപ്പോഴും അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ എല്ലാവർക്കും ആഗ്രഹമാണ് ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ ഒരു ജോലി എന്നുള്ളത്. അപ്പൊ എല്ലാവരുടെയും ആഗ്രഹമാണ് അത്. നേടിയെടുത്തവരുടെയും നേടിയെടുക്കാൻ പറ്റാതെ പോയവരുടെയും എല്ലാവരുടെയും മനസ്സിൽ ഈ ആഗ്രഹമുണ്ട്. പക്ഷെ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ഈ ഭൂമിയിൽ എന്ന് ഞാൻ പറയും. ഒന്ന്, എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരും. രണ്ട്, എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളവരും. ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, ഡിസിഷൻ എടുത്തിട്ടുള്ളവൻ അത് എത്തിയിട്ടേ അതിൽ നിന്ന് അവൻ പോത്തുള്ളൂ. തീരുമാനമാണെങ്കിൽ ഞാൻ എപ്പോഴും ചോദിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹമാണോ അതോ നിങ്ങളുടെ ഡിസിഷൻ ആണോ എന്നാ ചോദിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പൊ എന്താ, നിങ്ങൾക്ക് ഒരു ബെൻസ് കാർ വേണമെന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമാണ്, നിങ്ങൾ അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂട്യൂബിൽ കയറി ബെൻസ് കാർ പുതിയ ഡെലിവറി എടുക്കുന്ന വീഡിയോ, അതിന്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ, അതിന്റെ റിവ്യൂ വീഡിയോ, വാക്ക് അറൗണ്ട് വീഡിയോ, ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണും. അപ്പൊ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുക എനിക്ക് ബെൻസ് കാർ എന്ന്. ഒരു പണിയും നിങ്ങൾ ചെയ്യത്തില്ല, നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യത്തില്ല, പൈസ ഉണ്ടാക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം കൂട്ടാനുള്ള ഒന്നും നിങ്ങൾ ചെയ്യത്തില്ല. എന്നിട്ട് നിങ്ങൾ പറയാം എനിക്ക് എന്ത് വേണം, എനിക്ക് ബെൻസ് കാർ വേണമെന്ന്. എന്നാൽ ചിലർ എന്ത് ചെയ്യും, കഷ്ടപ്പെടും, വർക്ക് ചെയ്യും, ബിസിനസ് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും, കുറെ പൈസ ഉണ്ടാകും, അവരുടെ ആഗ്രഹം അച്ചീവ് ചെയ്യും, എന്നിട്ട് അവര് ബെൻസ് കാറിനകത്തിലിരിക്കും, എന്നിട്ട് അവർ ആലോചിക്കും ഇത് എന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ അവർക്കുണ്ടാവും. മറ്റവൻ 90-ാമത്തെ വയസ്സിലും ഈ ആഗ്രഹം അന്നേരം ഇങ്ങനെ ഫോൺ എടുത്തു വെച്ചുകൊണ്ട് ബെൻസ് കാറിന്റെ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കും. സോ ഇതാണ് നമ്മുടെ ഡ്രീമും നമ്മുടെ ഡിസിഷനും തമ്മിലുള്ള വ്യത്യാസം. സോ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇത് വെറും ഒരു ആഗ്രഹത്തിന്റെ പേരിൽ എന്തായാലും അയാൾ ഒരു ഫ്രീ ആയിട്ട് ഒരു വെബിനാർ എടുക്കുന്നു, പൈസ ചെലവൊന്നുമില്ലല്ലോ, കയറിയിരുന്നത് കണ്ടേക്കാം, ഓക്കെ. അപ്പൊ അത് ആ ഒരു ആഗ്രഹമാണോ, അതോ ഞാൻ ജയകൃഷ്ണ സാറിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഈ വർഷത്തെ IBPS POയ്ക്ക് എന്റെ 100% ഞാൻ കൊടുത്തിരിക്കും, ഞാൻ അതും കൊണ്ടേ പോത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനമാണോ? എന്റെ കോഴ്സ് എടുക്കുക ഇല്ല എന്നുള്ളതൊക്കെ അതൊക്കെ പോട്ടെ, അതൊക്കെ സെക്കൻഡറി, അതൊക്കെ സെക്കൻഡറി. എനിക്ക് ഈ ഒരു ചോദ്യമാണ് നിങ്ങളോടുള്ളത്, നിങ്ങളുടെ തീരുമാനമാണോ
അതോ നിങ്ങളുടെ വെറും ഒരു ആഗ്രഹമാണോ? ഡിസിഷൻ ആണ്. ഓക്കെ, അഖില ഒരാളാണ് എനിക്ക് ഇതെന്റെ ഡിസിഷൻ ആണ് എന്ന് പറഞ്ഞത്. ആഷിഖ് അലി ഡിസിഷൻ ആണ്. അഫ്രിൻ ഡിസിഷൻ ആണ്. ഓക്കെ, അമ്മു ഡിസിഷൻ ആണ്. എബി, ഐശ്വര്യ, വെരി ഗുഡ്. അപ്പൊ മക്കളെ, ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഡിസിഷൻ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചതെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷം. അതോ എല്ലാരും ഡിസിഷൻ പറയുന്നു ഞാനും ഡിസിഷൻ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചല്ല പറയണത്. സോ ഇത് നിങ്ങളുടെ തീരുമാനമാണെങ്കിൽ ഞാൻ ഇപ്പൊ പറയുകയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. ഇനി അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നമ്മൾ ഇനി അതാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? പിന്നെ ഒരു തിരിച്ചുപോക്ക് അതിനകത്തിലില്ല. വെച്ച കാലം മുന്നോട്ട് തന്നെ. പിന്നെ നിങ്ങൾ അതും കൊണ്ടേ വരാവൂ. അപ്പോൾ ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാലും അതിന് വർക്ക് ചെയ്യണം. എക്സാക്ട്ലി അതിന് 100% നിങ്ങളുടെ 100% കൊടുത്ത് നിങ്ങൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനകത്തിൽ 1% പോലും നിങ്ങൾക്ക് ഒരു കോംപ്രമൈസ് എന്നൊരു വാക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാൻ ആദ്യമേ തന്നെ റിയാലിറ്റി പറയാം, കുറച്ച് എഫേർട്ട് എടുത്താലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഇത് ഭയങ്കര പീസ് ഓഫ് കേക്ക് ആണ്, ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക്, വളരെ എളുപ്പമാണ്, IBPS PO ഇപ്പൊ നിങ്ങൾക്ക് കിട്ടും എന്നൊന്നും പറഞ്ഞ് നിങ്ങളെ ആവശ്യമില്ലാതെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അല്ല ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്നത് റിയാലിറ്റിയാണ്. IBPS PO എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ആണ്, എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടഫസ്റ്റ് എക്സാമിനേഷൻ ആണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി തരാം, ഏത് ഗ്രാജുവേറ്റിനും വാങ്ങിക്കാൻ പറ്റുന്ന ജോലിയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി, അതായത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്നുള്ള കാറ്റഗറി ഉണ്ട്, അത് ഞാൻ അങ്ങ് മാറ്റി നിർത്തുകയാണ്. അത് എല്ലാ ഡിഗ്രിക്കാർക്കും എഴുതാൻ പറ്റത്തില്ല. അത് IT, ലീഗൽ, മാർക്കറ്റിംഗ്, HR, ഹിന്ദി അങ്ങനെയൊക്കെയുള്ള പ്രത്യേക ആളുകൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. അല്ലാതെ പ്രൊബേഷണറി ഓഫീസർ എന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രിക്കാരനും എഴുതാം. അപ്പം ഏത് ഡിഗ്രിക്കാരനെ കൊണ്ടും നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണിത്. BA ഇംഗ്ലീഷോ, BA മലയാളമോ, BA സംസ്കൃതമോ, എന്തെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിന് ജോലി കിട്ടും. എന്തിനു പറയുന്നത്, ബാങ്കിന് മാത്രമല്ല, നിങ്ങൾക്ക് IAS പരീക്ഷ വരെ വേണേലും എഴുതാം. അപ്പോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അല്ലെ നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, എന്താണ് പരീക്ഷ, ഇതൊക്കെ നമ്മൾ ഒരു കാര്യം നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, അത് എന്താണ്, അത് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടാകും. ഒരു ചിത്രം ഉണ്ടാക്കി തരിക, ഒരു ഇമേജ് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അല്ലാതെ ഇത് എന്റെ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാനൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ നോക്കൂ. യെസ്, ഓക്കെ. അപ്പൊ നോക്കിക്കോ, ഇതാണ് ഒരു ചോദ്യം. വാട്ട് ഈസ് ആഫ്റ്റർ ഗ്രാജുവേഷൻ? ഡിഗ്രിക്ക് ശേഷം എന്ത്? ഡിഗ്രിക്ക് ശേഷം എന്തെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ പല വഴികളുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പബ്ലിക് സെക്ടർ ജോബിലേക്ക് അതിനുവേണ്ടി ശ്രമിക്കാം. BSc, ബാങ്ക്, SSC, IAS അങ്ങനെ പോവാം. അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ജോബ്, അതിലേക്ക് പോകാം. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഈ IBPS PO എന്ന് പറയുന്ന പരീക്ഷ അല്ലെങ്കിൽ ബാങ്കിന്റെ എക്സാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പരീക്ഷയ്ക്ക് നമുക്കൊരു എലിജിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 60-ാമത്തെ വയസ്സിൽ പോയി ഒരു ബാങ്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പോയി ഒരു ബാങ്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അതിന് ചില കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ വയസ്സാണ്, പ്രായമാണ്. ബാങ്കിൽ പ്രധാനമായിട്ടും 2 ജോലികളാണ് ഉള്ളത്. PO എന്ന് പറയും, ഒന്നിന് പ്രൊബേഷണറി ഓഫീസർ, അതായത് അസിസ്റ്റന്റ് മാനേജർ തസ്തിക. അതിനെ IBPS വിളിക്കുന്ന MT എന്നാണ് വിളിക്കുന്നത്. MT, മാനേജ്മെന്റ് ട്രെയിനിങ്. അപ്പോ അതാണ് ഒന്ന് PO. രണ്ടാമത്തേതാണ് ക്ലറിക്കൽ കേഡർ അല്ലെങ്കിൽ ക്ലർക്ക്. അപ്പൊ ഈ ക്ലർക്ക് എന്ന് പറഞ്ഞാല് ക്ലറിക്കൽ സ്റ്റാഫ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നൊക്കെയാണ് അതിനെ വിളിക്കുക, ക്ലർക്ക്. അപ്പൊ നിങ്ങളൊരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ബാങ്കിന്റെ പരീക്ഷ എല്ലാം എഴുതാൻ പറ്റും. എല്ലാ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഓഫീസർ തസ്തിക 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ എഴുതാം. ക്ലർക്ക് ആണെങ്കിൽ 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ എഴുതാൻ പറ്റും. അതിലെ ഓഫീസറിന് 3 വർഷത്തെ ഏജ് ഓഫീസറിനല്ല, OBC വിഭാഗത്തിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും. അതായത്
ജനറൽ കാറ്റഗറിക്ക് 30 വയസ്സ് വരെ എഴുതാമെങ്കിൽ OBCക്ക് 33 വയസ്സ് വരെ എഴുതാം IBPS PO. SC/ST 5 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും, 35 വയസ്സ് വരെ എഴുതാം. എക്സ് സർവീസുമാനും 5 വർഷം. അപ്പൊ ഇതാണ് ഏജ്. അപ്പൊ ഏജ് കൊണ്ട് നമ്മൾ എലിജിബിൾ ആണോ? അതെ. സോ ഏജ് വൈസ് നമ്മൾ എലിജിബിൾ ആണ്. ഇനി രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉള്ള ആർക്കും ബാങ്ക് പരീക്ഷ എഴുതാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉള്ള ആർക്കും എന്തെഴുതാം? ബാങ്ക് പരീക്ഷ എഴുതാം. ഇനി ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ ഇതില് സെലക്ഷൻ പ്രൊസീജിയർ നടത്തുന്നത്? നമ്മുടെ പരീക്ഷ നടത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ IBPS എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് IBPS, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. പേഴ്സണലിന്റെ സ്പെല്ലിംഗ് കണ്ടോ? PERSONNEL. പേഴ്സണൽ പറഞ്ഞ മാൻ പവർ എന്നുള്ള അർത്ഥമാണ് അവിടെ. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ IBPS ആണ് എന്ത് നടത്തുന്നത്? ബാങ്കിങ് പരീക്ഷ നടത്തും. അപ്പൊ ഇന്ത്യയിലെ എല്ലാ ബാങ്കിങ് പരീക്ഷകളും, ബാങ്കിങ് മേഖലയിലെ എല്ലാ പരീക്ഷകളും നടത്താൻ അവകാശമുള്ളത് IBPS-നാണ്. വേറെ ആർക്കും അതിന് അധികാരമില്ല. IBPS-ന് മുൻപ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, അതിന്റെ പേര് BSRB എന്നാണ്, ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡ്. പണ്ടത്തെ ഈ 60 വയസ്സൊക്കെ ഉള്ള, 50 വയസ്സൊക്കെ ഉള്ള ബാങ്കിൽ ജോലി ചെയ്യുന്ന സാറുമാരൊക്കെ ആ പരീക്ഷ എഴുതിയിട്ടായിരിക്കും വന്നിട്ട് ജോലി കിട്ടിയിട്ടുണ്ടാവുക. അത് ഓഫ്ലൈൻ ആയിട്ടൊക്കെ ആയിരുന്നു അതിന്റെ പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ഓൺലൈൻ ഒക്കെ ആയ സമയത്താണ് IBPS, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. അപ്പോ ഇതാണ് IBPS-ന്റെ. ഇപ്പൊ അവരുടെ വെബ്സൈറ്റിന്റെ UI ഒക്കെ മാറിയിട്ടുണ്ട്. ഇതിപ്പോ പഴയ ഒരു സ്ക്രീൻഷോട്ടാണ്. അപ്പൊ ഈ വെബ്സൈറ്റിൽ പോയിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, ബാങ്കിന്റെ എല്ലാ പരീക്ഷകളും ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ടതും നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടതും എല്ലാം ഓൺലൈൻ വഴിയായിട്ടാണ്. ആരെങ്കിലും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ 21-ാം തീയതി വരെയാണ് IBPS POയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അവസാന ദിവസമൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കുന്ന കുറെ പേരുണ്ട്. അവരെല്ലാവരും കൂടെ കയറി അപ്ലൈ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ സൈറ്റ് കിട്ടാതെ വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിവതും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ IBPS-ന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെ ഈ സെലക്ഷൻ പ്രോസസ്, അപ്പൊ IBPS ആണ് പരീക്ഷ നടത്തുന്നത്. ആദ്യത്തെ സെലക്ഷൻ പ്രോസസ് ആണ് ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാവും. പ്രാഥമിക പരീക്ഷ എന്ന് നമ്മൾ പറയും, പ്രിലിമിനറി എക്സാം. ഈ പ്രിലിമിനറി എക്സാം കഴിഞ്ഞ് അതിൽ ക്വാളിഫൈഡ് ആവുന്ന ആളുകൾക്ക് വേണ്ടി ഒരു മെയിൻ എക്സാം നടത്തും. മെയിൻ എക്സാം. ആ മെയിൻ എക്സാമും കഴിഞ്ഞ് അതിൽ ക്വാളിഫൈഡ് ആവുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ നടത്തും. ഇതിൽ PO കാറ്റഗറിക്ക് ഇന്റർവ്യൂ ഉള്ളൂ, ക്ലർക്കിന് എന്തില്ല? ഇന്റർവ്യൂ ഇല്ല. ഒരു ബാങ്ക് ക്ലർക്ക് ആവാൻ നിങ്ങൾ ഒരിക്കലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രിലിംസും മെയിൻസും പാസ്സായാൽ മതി, നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് എന്തില്ല? ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സാധനമില്ല. പക്ഷെ നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്ന IBPS PO എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും. പ്രിലിമിനറിയും മെയിനും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞു IBPS-നെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി ഈ IBPS എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്താ ആക്ച്വലി ചെയ്യുക? ഇപ്പൊ ഇന്ത്യയിൽ എത്ര പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്? ഇത് കാണിച്ചിരിക്കുന്ന 12 എണ്ണമാണ് പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഇന്ത്യയിൽ. അതില് ഒരെണ്ണം നമ്മൾ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 11 ബാങ്കുകളുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കുകൾ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്ന്. എന്താണ് ഈ പൊതുമേഖലാ ബാങ്ക് എന്ന് പറഞ്ഞാൽ? ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ വരുന്ന ബാങ്കുകളാണ്. പൂർണ്ണമായും എന്നർത്ഥമില്ല, ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ വരുന്ന ബാങ്ക്. അതായത് 51% ഷെയർ എങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബാങ്കുകളെയാണ് നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്കുകൾ അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 11 ബാങ്കുകളുണ്ട് ഇപ്പോ. പണ്ട് 19 ആയിരുന്നു. നാഷണലൈസേഷൻ ഒക്കെ കഴിഞ്ഞ് 1969-ലും 1980-ലും ഇന്ദിരാഗാന്ധി 19 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. അപ്പൊ അതിപ്പോ എല്ലാം കൂടെ ലയിച്ച് ഇപ്പൊ 12 എണ്ണമേ ഉള്ളൂ. ഇപ്പൊ വിജയ ബാങ്ക് ഇല്ല, അത് ബാങ്ക് ഓഫ് ബറോഡ ആയി. സിൻഡിക്കേറ്റ് ബാങ്ക് ഇല്ല, അത് കാനറ ബാങ്കിൽ ലയിച്ചു. അപ്പൊ അങ്ങനെ ലയിച്ച് ഇപ്പൊ 12 എണ്ണം ഉണ്ട്. അപ്പൊ അതില് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 11 ബാങ്കുകളുണ്ട്.
ഇപ്പൊ ഉദാഹരണത്തിന് ബാങ്ക് ഓഫ് ബറോഡ പറയുവാണ് ഞങ്ങൾക്ക് ഒരു 10 പ്രൊബേഷണറി ഓഫീസറെ വേണം. ബാങ്ക് ഓഫ് ഇന്ത്യ 25 പറഞ്ഞു, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 40 പറഞ്ഞു, കാനറ ബാങ്ക് 60 പറഞ്ഞു, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ 100 പറഞ്ഞു, ഇന്ത്യൻ ബാങ്ക് 150 പറഞ്ഞു, പഞ്ചാബ് നാഷണൽ ബാങ്ക് 250 പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാരും കൂടെ പറയാണ് ഞങ്ങൾക്ക് ഇത്ര ആളുകളെ വേണം. അപ്പൊ ഈ ഓരോ ബാങ്കും പരീക്ഷ നടത്താൻ പോയി കഴിഞ്ഞാൽ അപ്പൊ എത്ര പരീക്ഷ നമ്മൾ ഓടി നടന്ന പരീക്ഷ എഴുതാനേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോഴാണ് IBPS വന്നിട്ട് പറയുന്നത് അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ ഓരോരോ പരീക്ഷ നടത്തണ്ട, ഞാൻ നടത്താൻ പരീക്ഷ, നിങ്ങൾക്ക് എത്ര പേരെ വേണമെന്ന് പറ. അങ്ങനെ ഈ ബാങ്കുകളുടെ എല്ലാത്തിനെയും കൂടി ഒരു കളക്റ്റീവായിട്ട് നടത്തുന്ന എക്സാം ആണ് IBPS PO. അപ്പൊ IBPS PO എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രിഫറൻസ് കൊടുക്കുക ഏത് ബാങ്കിൽ ജോലി വേണമെന്നുള്ളത്. ആ പ്രിഫറൻസ് കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടണമെന്നില്ല, ചിലപ്പോൾ എങ്കിലും നമുക്ക് ഒരു പ്രിഫറൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഏത് ബാങ്കിൽ വേണം എന്നുള്ളത്. അപ്പൊ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഈ 11 ബാങ്കുകളിലെയും ഉള്ള ആകെ വേക്കൻസി ക്ലബ് ചെയ്തിട്ടാണ് IBPS പരീക്ഷ നടത്തുന്നത്. അപ്പൊ IBPS 2000 വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈ 11 ബാങ്കിലേക്കുമാണ് എന്ത് നടത്തുന്നത്, പരീക്ഷ നടത്തുന്നത്. അപ്പൊ ജോലി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ സെലക്ഷൻ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഒക്കെ വെച്ച് നോക്കി നിങ്ങൾക്ക് അവിടേക്കായിരിക്കും എന്ത് തരിക, ഒരു പ്ലേസ്മെന്റ് തരിക. അപ്പൊ ഈ 11 ബാങ്കുകളിലേക്കുമാണ് എന്ത് നടത്തുന്നത്, പരീക്ഷ നടത്തുന്നത്. അതുകൊണ്ടാണ് ബാങ്ക് ഓഫ് ബറോഡ PO എന്നും പറഞ്ഞൊരു എക്സാം നിങ്ങൾ കാണാത്തത്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര PO എന്നും പറഞ്ഞൊരു എക്സാം കാണാത്തത്. കാരണം ഇതെല്ലാം എവിടെ വരികയാണ്, പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. ഇതെല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടാണ് IBPS പരീക്ഷ നടത്തുന്നത്. അപ്പൊ IBPS PO എന്ന് പറഞ്ഞാൽ 11 ബാങ്കിലേക്കുമുള്ള PO, IBPS ക്ലർക്ക് എന്ന് പറഞ്ഞാൽ 11 ബാങ്കിലേക്കുമുള്ള ക്ലർക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിനകത്തിൽ മാറി നിൽക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രത്യേകമാണ് പരീക്ഷ നടത്തുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രത്യേകം പരീക്ഷ നടത്തും, IBPSന്റെ കൂടെ അല്ല നടത്തുക. പക്ഷെ പ്രത്യേകം പരീക്ഷ നടത്തിയാലും എക്സാമിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് IBPS ആണ്. കാരണം ഇന്ത്യയിലെ എല്ലാ ബാങ്ക് പരീക്ഷകളും IBPS ആണ് നടത്തുക. അപ്പൊ അതുകൊണ്ട് SBI പ്രത്യേകം പരീക്ഷ നടത്തും. SBI PO, SBI ക്ലർക്ക്. ഇപ്പൊ ഈ വർഷം വരുന്നുണ്ട് 15,000-ഓളം വേക്കൻസീസ് SBI വരുന്നുണ്ട്. അപ്പൊ ഉടനെ തന്നെ ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ പുറകെ തന്നെ SBIയുടെ ഒരു വലിയൊരു വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, SBI വളരെ കൂടുതൽ ആളുകളെ ഈ വർഷം റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വർഷമാണിത്. നിങ്ങൾ നന്നായിട്ട് ശ്രമിച്ചാൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്ലേസ്മെന്റ് ഏതെങ്കിലും ബാങ്കിൽ ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോ ഇതാണ് IBPS എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ നമ്മുടെ ഇന്നത്തെ വിഷയമല്ല, അതുകൊണ്ട് അത് അവിടെ കിടക്കട്ടെ. അപ്പൊ ഇതാണ് ഇതിൽ എന്താണ് ഈ വേറെ ഒരു റെഡ് കളർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ പബ്ലിക് സെക്ടർ ബാങ്കുകളും ഓൾഡ് ജനറേഷൻ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്നും പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. നമ്മൾ ബാങ്കിങ് അവയർനെസ് എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അന്നേരം നമുക്ക് കൂടുതൽ വിശദമാക്കാം. ഇനി അതുപോലെ ഇന്ത്യയിൽ റീജിയണൽ റൂറൽ ബാങ്കുകളുണ്ട്, RRBs. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. കേരള ഗ്രാമീൺ ബാങ്കാണ് നമ്മുടെ RRB, റീജിയണൽ റൂറൽ ബാങ്കുകൾ. അപ്പം ഇതിലും പരീക്ഷ നടത്താണ്. ഇപ്പൊ ഓൾറെഡി അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ, അതിന്റെ പരീക്ഷ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് അതിന്റെ എക്സാം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. RRB PO, RRB ക്ലർക്ക്. അതും ഇന്ത്യയിൽ മൊത്തം 43 RRBs ഉണ്ട്. അതിൽ നമ്മുടെ RRBയുടെ പേരാണ് കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത്. മലപ്പുറമാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. സോ അതിന്റെ പരീക്ഷകളും നമുക്ക് ഈ ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ മുൻപിൽ വരുന്ന അവസരങ്ങളെയാണ് ഈ പറയുന്നത്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് IBPS PO ആണ്. അതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം. ഇനി അതുപോലെ മറ്റ് ഡെവലപ്മെന്റ് ബാങ്കുകളുണ്ട്. ഇതിന്റെ ഒക്കെ പരീക്ഷകളും നമുക്ക് എഴുതാം. ഇതെല്ലാം ഞാൻ പറയാൻ കാരണം ഇതിനെല്ലാത്തിനും ഒരു കോമൺ സിലബസ് ആണ്. ഈ IBPSന്റെ പരീക്ഷ എടുത്താലും RRBയുടെ പരീക്ഷ എടുത്താലും SBIയുടെ പരീക്ഷ എടുത്താലും ഈ പറയുന്ന ഡെവലപ്മെന്റ് ബാങ്കുകളുടെ പരീക്ഷ എടുത്താലും ഇനി പറയാൻ പോകുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ പരീക്ഷ എടുത്താലും ഇതിനെല്ലാത്തിനും ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു കോമൺ സിലബസ് ആണുള്ളത്. അതില് ഇവിടെ എല്ലാം നമുക്ക് ജോലി കിട്ടും. SIDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, NABARD, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, IDBI, NHB, IFCI, ഇതെല്ലാം ഡെവലപ്മെന്റ് ബാങ്ക്. എന്താ ഈ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞേക്കാം. ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു മേഖലയുടെ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്ന ബാങ്കാണ്. ഇപ്പൊ കാർഷിക മേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ബാങ്കാണ് NABARD. അവരുടെ ഉദ്ദേശം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല. മറ്റു ബാങ്കുകളെല്ലാം നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്നാണ് വിളിക്കുക. അവരുടെ ഉദ്ദേശം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ബാങ്കുകളുടെ ഉദ്ദേശം ലാഭമല്ല, ഒരു പ്രത്യേക മേഖലയുടെ ഉന്നമനമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും എല്ലാം നമുക്ക് ജോലി കിട്ടും. NABARDൽ ഓഫീസറായിട്ട് പോവാം, ക്ലർക്കായിട്ട് പോവാം, SIDBI ഓഫീസറായിട്ട് പോകാം, IFCയിൽ ജോലി കിട്ടും. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുൻപിലുള്ള അവസരങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതുപോലെ
പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനികളുണ്ട്, ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ അഷുറൻസ്. അപ്പൊ ഇവിടെയും എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ ജോലികൾ കിട്ടും. ഇൻഷുറൻസിലാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് ജോബ് പ്രൊഫൈലുകളാണ് അവിടെ ഉള്ളത്. ഡെവലപ്മെന്റ് ഓഫീസർ എന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നും പറഞ്ഞുള്ള രണ്ട് ജോലികൾ. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു PO ലെവൽ ആയിട്ടുള്ള ഒരു ജോലിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒരേപോലെ ഒരു കാര്യം, നെയ്യപ്പം കഴിച്ചാൽ രണ്ടുണ്ട് ഗുണമെന്ന് പറയുന്നത് പോലെ അല്ലെ, ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് നിങ്ങൾ IBPS POയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ബാങ്ക് എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ബോണസുകളാണ്. കാരണം ഇതെല്ലാം ഒരു യൂണിഫൈഡ് ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പൊ ബാങ്ക് എക്സാം എന്ന് പറയുന്നതിനെ പറ്റി ഞാൻ സിലബസിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഇനി അതുപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വ്യത്യാസം വരുന്നത് അതിനകത്ത് GK എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്നുള്ളതാണ്. ബാങ്കിനെ സംബന്ധിച്ച് GK ഇല്ല. സോ കുറച്ച് GKയും കുറച്ച് +2 ലെവൽ മാത്സും കൂടെ നിങ്ങൾക്ക് നോക്കാവുന്നുണ്ടെങ്കിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ അല്ലെങ്കിൽ CHSL, MTS തുടങ്ങിയ പരീക്ഷകളും നിങ്ങളുടെ CGL എന്ന് പറഞ്ഞാൽ ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷയാണ്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ മിനി സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന പരീക്ഷയാണ് CGL. CHSL +2 ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷയാണ്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ MTS 10th നിലവാരത്തിലുള്ള പരീക്ഷയാണ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. ഇനി ബാങ്കില് ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ്? ഒന്ന്, ബാങ്ക് ക്ലർക്ക്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ് ക്ലർക്ക് എന്ന് പറയുന്നത്. അവർക്കൊന്നും പാസ് ചെയ്യാനുള്ള അധികാരമില്ല. അതായത് ഒരു എൻട്രി പാസ് ചെയ്യാനുള്ള അധികാരം അവർക്കില്ല, എൻട്രി മേക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അവർ ചെയ്യുന്ന എൻട്രി അല്ലെ അവരുടെ ജോലി എപ്പോഴും അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? അതൊരു പ്രൊബേഷണൽ, ഒരു അസിസ്റ്റന്റ് മാനേജർ ആയിരിക്കും അല്ലെങ്കിൽ മാനേജർ ആയിരിക്കും. അപ്പൊ അതാണ് ക്ലർക്കും POയും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇത് രണ്ടും അല്ലാതെ മൂന്നാമതൊരു ജോലി, സോ ഉത്തരവാദിത്വം കൂടുതൽ വരുന്നത് ആർക്കായിരിക്കും? ഓഫീസറിനായിരിക്കും അല്ലെങ്കിൽ മാനേജറിനായിരിക്കും. അടുത്തതാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. ഈ രണ്ട് പ്രൊഫൈലും അല്ലാതെ, അതായത് ബാങ്കിന് ചില പ്രത്യേക മേഖലകൾ കൈകാര്യം ചെയ്യാൻ എക്സ്പേർട്സ് വേണം. ഇപ്പം എല്ലാ ഡിഗ്രിക്കാർക്കും PO ആകാം, പക്ഷെ എല്ലാ ഡിഗ്രിക്കാർക്കും സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആവാൻ പറ്റില്ല. ഉദാഹരണത്തിന് ബാങ്കിന്റെ IT ഓഫീസർ, അയാൾ ഒരു BA മലയാളംകാരനായാൽ പറ്റത്തില്ല. അയാൾ ഒരു IT ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഒരു IT ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിരിക്കണം. അയാൾ ഒരു MCA കാരനോ അല്ലെങ്കിൽ അയാൾ ഒരു BTech കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളോ ആയിരിക്കണം. അല്ലെങ്കിൽ അയാൾ കമ്പ്യൂട്ടർ മേഖലയിലുള്ള ഒരു അവർ പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം. അതുപോലെ ബാങ്കിന്റെ ലീഗൽ ഓഫീസർ ആയിരിക്കും ബാങ്കിന്, സോ അയാൾ ഒരു LLB ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതുപോലെ മാർക്കറ്റിംഗ് HR ഓഫീസേഴ്സ് ഉണ്ട് ബാങ്കിന്, അവര് MBA പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളായിരിക്കണം. അതുപോലെ രാജ്യഭാഷാ അധികാരി എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്, അത് ഹിന്ദി ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം. അതുപോലെ അഗ്രികൾച്ചർ ഓഫീസർ ഉണ്ട്, അവര് BSc അഗ്രികൾച്ചർ പഠിച്ചവരായിരിക്കണം. അപ്പം ഇതാണ് ഈ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന്. അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ, അതുകൊണ്ടാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് നമ്മൾ ആ ഒരു ജോലിയെ പറയുന്നത്. ഇനി ബാങ്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് ഒരു IBPS POയുടെ സാലറി സ്ട്രക്ചർ 2023-ലെയാണിത്. ഇത് നിങ്ങൾ ചെല്ലുമ്പോഴേക്കും ഇതിൽ അപ്ഡേഷൻ ഉണ്ടാകും. എറൗണ്ട് എല്ലാം കൂടി ഒരു 70,000 റുപ്പീസോളം നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഞാൻ ഒരു കാര്യം ഇതിനകത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടർ കമ്പനി എടുക്കുക, ഏതെങ്കിലും മുത്തൂറ്റോ പോപ്പുലറോ അല്ലെങ്കിൽ ഏതെങ്കിലും ടാറ്റയോ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനി നിങ്ങൾ എടുക്കുക. അവിടെ ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു ഗ്രാജുവേറ്റിന് കിട്ടുന്ന സാലറി എന്തായിരിക്കും? ഒരു 20,000 രൂപ, അല്ലെങ്കിൽ അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ ഒരു 25,000 രൂപ. അതിന് മുകളിൽ കിട്ടില്ല നിങ്ങൾ എത്ര ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ. പക്ഷെ ബാങ്ക് എക്സാംസിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം, അല്ലെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾ എക്സാം എഴുതി പാസ്സായാൽ നിങ്ങൾക്ക് ജോലി കിട്ടി. വേറെ ഒന്നും അവിടെ ഒരു ഫാക്ടറായിട്ട് അവർ നോക്കുന്നില്ല. ഒരു ഫ്രഷറിന്, ഒരു 21 വയസ്സുള്ള ഒരു പയ്യൻ ബാങ്കിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ബാങ്കിൽ ജോലി കിട്ടി കഴിഞ്ഞാല് ആദ്യത്തെ മാസം അവരുടെ കയ്യിലേക്ക് കിട്ടുന്ന അറൌണ്ട് 70,000 റുപ്പീസ് ആണ്. ഈ ഒരു 70,000 രൂപ സാലറി നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനിയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 40 വയസ്സാവണം. പക്ഷെ നിങ്ങളുടെ 40 വയസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് മോർ ദാൻ 1 lakh ആയിരിക്കും, 1 or 1.5 lakh ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ 40 വയസ്സിൽ കിട്ടുക. ആ സമയത്താകുമ്പോഴേക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു ലെവൽ 2 ആ ലെവലിലുള്ള ഒരു മാനേജർ ആയിരുന്നിരിക്കാം. നിങ്ങളുടെ സ്കെയിൽ കൂടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നല്ല സാലറി ആയിട്ടുണ്ടാവും. ആ സാലറി നിങ്ങളുടെ 40ാമത്തെ വയസ്സിൽ കിട്ടുന്ന സാലറി ഈ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്തവന് അവന്റെ ജീവിതകാലത്ത് കിട്ടത്തില്ല. സോ ഇതാണ് ഇതിനകത്തിലുള്ള അടുത്തൊരു
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് കരിയർ ഗ്രോത്ത്, ഇത്രയധികം കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കുന്ന വേറെ ഒരു സെക്ടർ ഇല്ല, ഈവൻ SSC ആണെങ്കിൽ പോലും. അതായത് നിങ്ങൾക്ക് അരുന്ധതി ഭട്ടാചാര്യ എന്ന് പറഞ്ഞ ഒരു ലേഡിയെ അറിയാമോ? അരുന്ധതി ഭട്ടാചാര്യ, അവര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ചെയർമാൻ മീൻസ് അതിന് മുകളിൽ പിന്നെ ആരും ഇല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. അവര് ഒരു പ്രൊബേഷണറി ഓഫീസറായിട്ട് കയറിയതാണ്. സോ ഒരു SBIയിൽ ഒരു PO ആയിട്ട് കയറിയ ഒരു സ്ത്രീ, ഒരു വനിത, അവരാരായിട്ട് റിട്ടയർ ചെയ്തു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് റിട്ടയർ ചെയ്തു. സോ ഒരു POയ്ക്ക് ഒരു ബാങ്കിന്റെ ചെയർമാൻ വരെ ആകാനുള്ള അവസരമുണ്ട്. സോ അത്രയും വലിയൊരു കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു 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 ഇപ്പൊ ഒരു കേരള PSC ഒരു ഉദാഹരണം എടുത്ത ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് കയറുന്നു. അയാൾക്ക് അങ്ങേ അറ്റം അയാൾ SI ആവണമെങ്കിൽ അയാളുടെ റിട്ടയർമെന്റിന് ഒരു വർഷം മുമ്പായിരിക്കും ചിലപ്പോൾ അയാൾ SI ആവുക. ഈ ഹെഡ് കോൺസ്റ്റബിൾ മൂത്ത് SI ആവുക എന്ന് പറയത്തില്ല. കാരണം ആ ഒരു ഒറ്റ കയറ്റമേ ഉള്ളൂ അയാൾക്ക്. അയാളുടെ എൻറ്റയർ സർവീസിൽ അതേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനല്ല. പ്രൊബേഷണറി ഓഫീസർ പിന്നെ മാനേജിംഗ് ഡയറക്ടർ, കമ്പനിയിലെ മാനേജർ ആവുന്നു, അസിസ്റ്റന്റ് മാനേജർ ആവുന്നു, മാനേജർ ആവുന്നു, പിന്നെ സോണൽ മാനേജർ ആവുന്നു, റീജിയണൽ മാനേജർ ആവുന്നു, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആവുന്നു, ജനറൽ മാനേജർ ആവുന്നു, ചെയർമാൻ ആവുന്നു. അപ്പൊ എന്തുമാത്രം ഒരു ഹൈപ്പ് ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സോ ഇതെല്ലാം നിങ്ങൾക്ക് കുറെ കാശ് കൊടുത്താൽ കിട്ടുമോ? ഇല്ല. പ്യോർലി നിങ്ങളുടെ മെറിറ്റ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ മെറിറ്റ്, നിങ്ങളുടെ ഹാർഡ് വർക്ക്, അതിന് കിട്ടുന്നതാണ്. എത്ര കാശ് കൊടുത്താലും ഇത് കിട്ടത്തില്ല. 100 പ്യോർ മെറിറ്റ് ആണ് IBPS എക്സാംസ് എന്ന് പറയുന്നത്. അതിനകത്തിൽ ബിക്കോസ് അതിനകത്തിൽ ഒരു ബാസിത്ത് പറഞ്ഞോനെ സാർ ചോദിച്ചാണോ? എന്തെങ്കിലും ചോദിച്ചാണോ? യെസ്, ഓക്കെ. അപ്പോ ഇതിനകത്തിൽ ഒരിക്കലും ഇന്റർവ്യൂ എങ്ങനെയായിരിക്കും? വരാം ഞാൻ അതിലേക്ക് വരാം. നമ്മൾ പകുതി പോലും ആയില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ IBPSന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ 100% പ്യോർലി ട്രാൻസ്പെറന്റ് ആണ്. അതിനകത്തിൽ മനുഷ്യന്റെ കൈകടത്തൽ ഇല്ല. പ്യോർലി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. നിങ്ങളുടെ സ്കോർ എത്ര ആണെന്നോ നിങ്ങളുടെ മാർക്ക് വേറൊരാൾക്ക് പോലും അറിയാൻ പറ്റില്ല. അത്രയും അത് പ്രൈവസി ആയിട്ടുള്ള കാര്യമാണത്. അതിനകത്തിൽ ഒരിക്കലും ഒരു കൈകടത്തൽ എന്ന് പറയുന്ന സാധനം ഇല്ല കേട്ടോ. യെസ്. പിന്നെ ഇത് IBPS POയുടെ ഒരു കരിയർ ഗ്രോത്ത് ആണ്. ഞാൻ പറഞ്ഞു കരിയർ ഗ്രോത്ത് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. നിങ്ങൾക്ക് മിഡിൽ മാനേജർ ആവുന്നു ഒരു IBPS PO. അസിസ്റ്റന്റ് മാനേജർ ആയതിനു ശേഷം മിഡിൽ മാനേജർ, സീനിയർ മാനേജർ, ചീഫ് മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. ഉണ്ടോ? എന്തുമാത്രം ഗ്രോത്ത് ആണ്. ഇതിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു ചീഫ് മാനേജർ എങ്കിലും ആവാൻ പറ്റും. എങ്ങനെ പോയാലും ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും. നിങ്ങൾ ജോലി കിട്ടിയിട്ട് വെറുതെ ഇരുന്നിട്ട് ഈ PO ആയിട്ട് കയറിയിട്ട് വെറും സീനിയർ മാനേജർ ആയിട്ട് മാത്രം റിട്ടയർ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അതും പറയണം. ചുമ്മാതെ നിങ്ങളെ എടുത്ത് ആരും മുകളിലോട്ട് കൊണ്ടുപോകത്തില്ല. നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു സാധനം എവിടെയും ഉണ്ട്. അതുകൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നാൽ അരുന്ധതി ഭട്ടാചാര്യ കയറി വെറുതെ അവരുടെ ഏൽപ്പിച്ച പണി മാത്രം ചെയ്തുകൊണ്ടിരുന്നിരുന്നെങ്കിൽ അവർ കൂടി പോയ ഒരു ചീഫ് മാനേജർ ആകുമായിരുന്നു. അങ്ങനല്ലല്ലോ. അവരുടെ പെർഫോമൻസ്, അവരുടെ ബബ്രാഞ്ചിനെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെ നോട്ടീസ് ചെയ്തിട്ടാണ് അവര് എവിടെ എത്തുന്നത്, ആ ഒരു പൊസിഷനിൽ എത്തുക. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് അല്ലാതെ കയറി IBPS PO ആയി കഴിഞ്ഞാൽ എന്നെ അങ്ങ് ചെയർമാൻ ആക്കും എന്നും പറഞ്ഞൊന്നും ഇരിക്കരുത്. നമ്മുടെ പെർഫോമൻസ് അതിനകത്തിൽ ഒരു ഫാക്ടറാണ്. പക്ഷെ എന്നാൽ അത്രയധികം കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്ന മേഖലയാണ് ഏതെന്ന് പറയുന്നത് IBPS PO, അല്ലെങ്കിൽ ഒരു ബാങ്ക് PO, SBI PO ആണെങ്കിലും ഏത് ബാങ്ക് ആണെങ്കിലും ഇത്. ഇനി ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫേസ് 1 ആണ് ദ പ്രിലിമിനറി എക്സാം. പ്രിലിമിനറി എക്സാം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ബാങ്ക് പരീക്ഷയിലെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ IBPS PO എന്ന് പറയുന്ന ഈ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും ലൈറ്റ് ആയിട്ട് സിലബസ് ഉള്ള പരീക്ഷയാണ് ബാങ്ക് എക്സാംസ് എന്ന്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കേ, മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ: മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്. ഇതിനകത്ത് GK ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, മാർക്കറ്റിംഗ് ഇല്ല. GK എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ്. ആ സാധനം നിങ്ങൾ പഠിക്കേ വേണ്ട. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കണ്ട, ജോഗ്രഫി പഠിക്കണ്ട, പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കണ്ട, ഇന്ത്യയുടെ ചരിത്രം പഠിക്കണ്ട, ഭൂമിശാസ്ത്രം പഠിക്കണ്ട, ജോഗ്രഫി പഠിക്കണ്ട, ഫിസിക്സ് പഠിക്കണ്ട, കെമിസ്ട്രി പഠിക്കണ്ട, ബയോളജി പഠിക്കണ്ട, ഒന്നും പഠിക്കണ്ട. പ്രിലിമിനറി എക്സാം പാസ്സാവാൻ നിങ്ങൾ 3 കാര്യങ്ങൾ മാത്രം മതി: ഇംഗ്ലീഷ്,
മാത്സ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മാത്സ് ആണ്. ഞാൻ ഈ ഓരോ വിഷയങ്ങളിലേക്ക് വരാം, വിശദമായി തന്നെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്, എന്തൊക്കെ പഠിക്കണമെന്നും എന്തൊക്കെയാണ് കാര്യങ്ങളെന്നും വിശദമായി തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ 30 ചോദ്യങ്ങൾ, 30 മാർക്ക്, 20 മിനിറ്റ്. ഈ 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുതാമെന്ന് വിചാരിക്കരുത്. ഓട്ടോമാറ്റിക്കലി അടുത്ത സെക്ഷൻ ഓൺ ആകും, ഇത് ലോക്ക് ആവും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. 20 മിനിറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുകയുള്ളൂ എന്നർത്ഥം. അതുപോലെ അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അവിടെ നിങ്ങൾക്ക് 20 മിനിറ്റ്. അടുത്തത് റീസണിങ്, അവിടെ നിങ്ങൾക്ക് 35 ചോദ്യങ്ങൾ, 35 മാർക്ക്, 20 മിനിറ്റ്. ആകെ അപ്പൊ 20, 20, 40, 20, 60, 1 മണിക്കൂറിന്റെ പരീക്ഷ, 100 മാർക്ക്. അപ്പൊ ഇതാണ് ഒരു ബാങ്ക് പിഒയുടെ ആദ്യത്തെ ഘട്ടം. കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് കുറെ അധികം പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ച് ഒക്കെ പോവാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാം. എന്തൊക്കെ ചെയ്യണം? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം, ടൈം എഴുതി ടൈം നന്നായിട്ട് ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോയാലത്തെ കാര്യവും ഞാൻ പറഞ്ഞു. ചുമ്മാ പോയി എഴുതി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിന്റെ പരിസരത്ത് പോലും വരത്തില്ല മക്കളെ. വർക്ക് ചെയ്യണം. അപ്പൊ ചോദിക്കും, സാർ പ്രിലിമിനറി എക്സാമിന് ഇനിയിപ്പോ കഷ്ടിച്ച് ഒരു 50 ദിവസമല്ലേ ഉള്ളൂ, ഈ 50 ദിവസം കൊണ്ട് പ്രിലിംസ് പാസ്സാവാൻ പറ്റുമോ? ഞാൻ പറയും 10 ദിവസം കൊണ്ട് പ്രിലിംസ് പാസ്സാവാൻ പറ്റും. 10 ദിവസം. നിങ്ങൾ വെറുതെ ചിരിക്കണ്ട. നിങ്ങൾ വെറുതെ അയ്യോ സാറ് വെറുതെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കത്തേ ഇല്ല. ഞാൻ റിയാലിറ്റിയാ പറഞ്ഞത്. 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാൻ പറ്റും. ഇപ്പം ഈ RRB പ്രിലിംസ് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് എന്നോട് കുട്ടികൾ പറയുന്ന ഒരു കാര്യം, സാർ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോ മനസ്സിലായി ഞങ്ങളുടെ കുഴപ്പമാണ്, ഞങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് കിട്ടിയേനെ സാർ. സാറ് പറഞ്ഞപ്പോ ഒന്നും ഞങ്ങൾ കേട്ടില്ല. കുറച്ചുകൂടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എക്സാം ഈസി ആയിരുന്നു സാർ, പക്ഷെ ചെയ്യാൻ പറ്റാതെ ശരിക്കും പരീക്ഷ കഴിഞ്ഞപ്പോ വിഷമം തോന്നി എന്നാ പറയുന്നത്, സങ്കടം വന്നു എന്നാ പറയുന്നത്. കാരണം ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? അവർക്ക് തന്നെ മനസ്സിലായി ഇതിനകത്ത് ഈ പഠിക്കാനുള്ളതിനേക്കാളും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് പ്രാക്ടീസ്. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ? കുറെ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് ബാങ്കിൽ ജോലി കിട്ടുന്നതാണ്. കുറെ ക്ലാസ്സിൽ ഒരു കാര്യവുമില്ല മക്കളെ. എന്റെ അറിവ് പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന വേദിയാണ് ക്ലാസ് എന്ന് പറയുന്നത്. അതിനകത്തിൽ കാര്യം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരാൻ എനിക്ക് പറ്റും, പക്ഷെ ബാക്കി നിങ്ങളുടെ കയ്യിലാവുള്ളത്. അപ്പൊ ക്ലാസ്സിനേക്കാൾ ഉപരി നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കഴിയുന്നത്ര ചോദ്യങ്ങൾ, ക്ലാസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എ ആണെങ്കിൽ, ഇത്രയും നാൾ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എ ആണ്, ഞാൻ പറയാം എ അല്ല ബി ആണെന്ന് പറഞ്ഞു തരാൻ എനിക്ക് പറ്റും. അപ്പൊ പുതിയൊരു അറിവ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് വേണം, അത് വേണ്ടെന്നല്ല പറയുന്നത്, അത് തീർച്ചയായും വേണം. പക്ഷെ അതിലുപരി ആ ബി എന്നുള്ള അറിവ് കിട്ടി, ഇനി അത് എവിടെയൊക്കെ പ്രയോജനപ്പെടുത്താം, അത് എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എക്സാമിനേഷൻ അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കുറെ കൂടെ കഴിയുമ്പോൾ സാറ് പറഞ്ഞ ബിയേക്കാളും നല്ലത് സി ആണെന്ന്. സോ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസിൽ നിന്ന് കിട്ടുന്നതാ. ഷോർട്ട് കട്ട് എന്നൊരു സാധനം ഇല്ല, നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ എന്റെ ബിയേക്കാളും സാറിന്റെ ബിയേക്കാളും എന്റെ സി ആണ് നല്ലതെന്ന് മനസ്സിലാവുന്നത് പ്രാക്ടീസിലൂടെ. അല്ലെങ്കിൽ സാറിന്റെ ബി ആയിരിക്കും വലുത്, നിങ്ങൾക്ക് എപ്പോഴും സാറിന്റെ ബി ആയിരിക്കും വലുത്. അപ്പൊ അങ്ങനെ സാറിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആണ് കുഴപ്പം. സാറ് എ എന്ന് വിചാരിച്ചിരുന്നത് ബി ആണ് സാറ് പറഞ്ഞു തന്നു, ആ ബിയും കൊണ്ടിരിക്കാതെ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാറിന്റെ ബിയേക്കാളും എന്റെ സി ആണ് എളുപ്പം, എന്റെ സി ആണ് നല്ലതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് തിരിച്ചറിവ്. അതുണ്ടാവണമെങ്കിൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ സാധനം വേണം. സോ അത് നന്നായിട്ടുണ്ടെങ്കിൽ പൊട്ടുപോലെ നിങ്ങൾക്ക് IBPS-POയുടെ പ്രിലിംസ് പാസ്സാവാൻ പറ്റും. സോ പ്രിലിംസ് പാസ്സായി കഴിഞ്ഞു. അടുത്തത് എന്താണ്? മെയിൻ എക്സാം phase 2 IBPS-POയുടെ മെയിൻ. നിങ്ങളെ സിലബസ് ഒന്ന് നോക്കിക്കോളെ. ചിലപ്പോൾ ഇതിന്റെ സമയത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ, അതിലെ 45 ചോദ്യങ്ങൾ, 60 മാർക്ക്, 60 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അവന്മാര് മാത്സ് എന്ന് പറയത്തില്ല. മറ്റിടത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ മെയിൻസിൽ അവര് മാത്സ് എന്ന് പറയത്തില്ല, ഡേറ്റ അനാലിസിസ്. അതായത് DI എന്നത് ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും എന്തുവാ DI, എന്താ സാധനം എന്നൊക്കെയുള്ള ഞാൻ അന്നേരം പറഞ്ഞു.
അപ്പോ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇനി GK എന്നൊരു സാധനം ഇല്ല. ജനറൽ അവയർനെസ്. അവിടെ ജനറൽ എക്കോണമി ആൻഡ് ബാങ്കിങ്. അതായത് ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി. ബാങ്കിങ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചോണം. അപ്പൊ അതെങ്ങനെയാ പഠിക്കേണ്ടത്? ജനറൽ മാത്സ് എങ്ങനെ പഠിക്കണം, റീസണിങ് എങ്ങനെ പഠിക്കണം, ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം, GA എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം ഞാൻ ഈ PPT-യിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരിക്കും. ഈ PO ലെവലുള്ള എല്ലാ പരീക്ഷകൾക്കും ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരിക്കും. അത് ലെറ്റർ റൈറ്റിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ essay റൈറ്റിംഗ്, പ്രസി റൈറ്റിംഗ്, അങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു മെയിൻസ് എക്സാമിന്റെ പാറ്റേൺ. ആ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമൊക്കെ കിട്ടും ടൈപ്പ് ചെയ്യാനുള്ള, അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇത്രയാണ് മെയിൻസ് എക്സാമിന്റെ പാറ്റേൺ. അപ്പൊ ഈ മെയിൻസ് എക്സാം ഒരു പ്രിലിമിനറി എക്സാം, ഒരു തരത്തിലൊക്കെ പറഞ്ഞ ഒരു സ്പീഡ് എക്സാം ആണെങ്കിൽ മെയിൻസ് എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരീക്ഷയായിരിക്കും. അവിടെ നമ്മൾ നമ്മുടെ ആക്യുറസി നോക്കി പോയി കഴിഞ്ഞാൽ പ്രിലിംസിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രിലിംസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ്. അവിടെ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മതി. മാത്സും റീസണിങ്ങിനും ഒക്കെ അവിടെ കുറച്ചുകൂടെ സമയം കിട്ടും. ചിലപ്പം ചില പരീക്ഷകൾക്കൊക്കെ 10 ചോദ്യങ്ങളെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ മാത്സ് സെക്ഷനകത്തിൽ നിന്ന്. ഇപ്പൊ ഇതിനകത്ത് 35 ചോദ്യങ്ങളുണ്ടെങ്കിൽ 10 ചോദ്യങ്ങൾ. അപ്പൊ ആ പരീക്ഷയ്ക്ക് 10 ചോദ്യം കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. അല്ലാതെ അന്നേരം അവിടെ ആരും പോയിട്ട് 35 ചെയ്യാനായിട്ട് പോകത്തില്ല. അവിടെ നോക്കിക്കുക, 35 ചോദ്യങ്ങൾക്ക് 45 മിനിറ്റ് അവർ തന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അല്പം ആലോചിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിനകത്ത്. സോ അവിടെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്നാണ്. അത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പരീക്ഷയാണ്. അത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരീക്ഷ. ടഫ് എന്നല്ല ഞാൻ പറയുന്നത്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരീക്ഷ എന്നാണ്. അപ്പൊ അവിടെ നിങ്ങൾ ആ രീതിയിലുള്ള അപ്രോച്ച് ആയിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങോട്ട് തുടങ്ങി കഴിയുമോ, ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ധാരാളം ഇതൊക്കെ കാണുമ്പോൾ അയ്യോ ഇതെല്ലാം പഠിക്കണോ, ഇതൊക്കെ ഞാൻ ഏത് കാലത്ത് പഠിച്ചു എന്നൊക്കെ ഉള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് തോന്നും. 2 ദിവസം ഇതിനകത്ത് നിന്ന് കഴിയുമ്പോൾ അത് മനസ്സിലാവും ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, സിലബസ്, ഇൻ ടേംസ് ഓഫ് സിലബസിന്റെ കാര്യത്തിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള സിലബസ് ഉള്ള പരീക്ഷയാണ് ഏത്? ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, കൂടുതൽ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാം. കാരണം ഞാൻ ഈ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരുപാട് വർഷത്തെ എൻ്റെ പരിചയത്തിന്റെ പുറത്താണ് ഞാൻ ഈ പറയുന്നത്. 10-14 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയുന്നത്. ഞാൻ ആദ്യമായിട്ടല്ല ഒരു PO കോഴ്സ് കണ്ടക്ട് ചെയ്ത്, IBPS PO അല്ലെങ്കിൽ പരീക്ഷകൾക്കൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്നതും ഇതിൽ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടല്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെയാണെന്നുള്ളത്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഒരുപാട് മുഖങ്ങൾ ഇപ്പൊ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട്. അതുപോട്ടെ. അപ്പൊ IBPS PO. ഇനി മൂന്നാമത്തേതാണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഈ 2 സ്റ്റേജുകളും നമ്മൾ കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റേജിലും രണ്ടാമത്തെ സ്റ്റേജിലും നിങ്ങളുടെ അനലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ സ്കില്ലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും എല്ലാം IBPS മനസ്സിലാക്കി. ഇനി അവർക്ക് മനസ്സിലാക്കാനുള്ളത് ആസ് എ പേഴ്സൺ നിങ്ങൾ എങ്ങനെയാണ്, ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ്, നിങ്ങളുടെ വ്യക്തിത്വ പ്രഭാവം അളക്കുന്നതിന് വേണ്ടിയാണ് ഇന്റർവ്യൂ നടത്തുന്നത്. ഒരു 5 അംഗ പാനൽ ആയിരിക്കും ഇന്റർവ്യൂ നടത്തുക. 5 or 4, ചിലപ്പോൾ അതിൽ കൂടുതൽ 6-7 ഒക്കെ ഉണ്ടാവാം. സോ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, നിങ്ങളുടെ സബ്ജക്ട് നോളജ്, നിങ്ങൾ ഏത് വിഷയം, നിങ്ങളുടെ ഗ്രാജുവേറ്റ്സ് പലതിലായിരിക്കുമല്ലോ ഗ്രാജുവേഷൻ. സോ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. സോ അത് ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള ക്ലാസ് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. നിങ്ങൾ ഇന്റർവ്യൂ എന്ന് പറയുന്ന സാധനം നിങ്ങൾ വിട്ടേക്കൂ, അത് നിങ്ങൾ എനിക്ക് വിട്ടേക്കൂ. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, പ്രിലിംസും മെയിൻസും പാസ് ആയിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ നിങ്ങൾ പാസ്സായിരിക്കും. പ്രിലിംസും മെയിൻസും പാസ്സായി നിങ്ങൾ ഇന്റർവ്യൂ പാസ്സായില്ലെങ്കിൽ നിങ്ങളുടെ ഫീസ് ഞാൻ തിരിച്ചു തരും. ഫീസ് മാത്രമല്ല, നിങ്ങളുടെ 1 മാസത്തെ സാലറിയും കൂടെ ഞാൻ തിരിച്ചു തരാം. ബിക്കോസ് എനിക്ക് ഐ ആം ഡാം കോൺഫിഡന്റ് നിങ്ങൾ ഇന്റർവ്യൂ പാസ്സായിരിക്കും. നിങ്ങൾ പ്രിലിംസും മെയിൻസും പാസ്സായിട്ട് വരൂ, ഇന്റർവ്യൂ നിങ്ങൾ എനിക്ക് വിട്ടേക്കും. ഇന്റർവ്യൂ നിങ്ങൾ പാസ്സാവും. അതിനുള്ള കാര്യങ്ങൾ എനിക്കറിയാം, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ലേ, അത് നിങ്ങൾ എനിക്ക് വിട്ടേക്കും. ഇന്റർവ്യൂവിൽ എന്താണ്, നിങ്ങൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം, അതെല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും, അതെനിക്ക് വിട്ടേക്കും.
അതുകൊണ്ട് ഇന്റർവ്യൂവിനെ കുറിച്ച് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ പ്രിലിംസിനെയും മെയിൻസിനെയും പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഇന്റർവ്യൂവിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട. അത് എനിക്ക് വിട്ടേക്കും. ഇനി എന്തൊക്കെയാണ് സിലബസ്? ഈ 4 കാര്യങ്ങളാണുള്ളത്: മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി. മാത്സിലേക്ക് വരുമ്പോൾ 10ാം ക്ലാസ്സിന് അപ്പുറത്തുള്ള എന്തെങ്കിലും നിങ്ങളുടെ തലയിൽ ഇരിപ്പുണ്ട് എടുത്ത് കളഞ്ഞേരെ വേണ്ട. 10ാം ക്ലാസ്സിന് അപ്പുറത്തുള്ള ഒന്നും, അതാ ഞാൻ പറഞ്ഞത്. ഏത് ഡിഗ്രിക്കാരനെ എഴുതാൻ പറ്റണം. എടാ BA മലയാളംകാരനെ എഴുതാൻ പറ്റണം, അല്ലെ BA സോഷ്യോളജിക്കാരനെ എഴുതാൻ പറ്റണം. അപ്പൊ അയാൾ 10ാം ക്ലാസ് വരെ മാത്സ് പഠിച്ചിട്ടുള്ളൂ. +1 +2 അയാൾ വേറെ ആയിരുന്നു. അയാൾ കൊമേഴ്സ് ആയിരുന്നു പഠിച്ചത്, അല്ലെ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു പഠിച്ചത്. അപ്പൊ അയാൾ 10ാം ക്ലാസ് വരെ മാത്സ്, അപ്പൊ അയാൾക്ക് എഴുതാൻ പറ്റണ്ടേ? വേണം. അപ്പൊ എല്ലാവർക്കും, എല്ലാ ഡിഗ്രിക്കാരനും എഴുതാൻ പറ്റണമെങ്കിൽ 10ാം ക്ലാസ് വരെയുള്ള മാത്സെ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ. ഈ സാധനം എല്ലാം നോക്കിക്ക്. 10ാം ക്ലാസ്സിന് അപ്പുറത്തുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്തിൽ നിങ്ങൾ ട്രിഗണോമെട്രി കണ്ടോ? ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ കണ്ടോ? മെട്രിക്സ് കണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ, ടോപ്പോളജി, അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾ MSc മാത്സിലോ BSc മാത്സിലോ പഠിക്കുന്ന, പോട്ടെ +2 പഠിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ കണ്ടോ? ഇല്ല. ഇതെല്ലാം നമ്മൾ നമ്മുടെ സ്കൂൾ ലൈഫിൽ പഠിക്കുന്ന കാര്യം. അതിൽ ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് PO ലെവലുള്ള പരീക്ഷ എന്ന് പറയുമ്പോൾ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഒരു ടേബിൾ തന്നിട്ട് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ, പൈ ഡയഗ്രാം തന്നിട്ട് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ. അതിനാണ് നമ്മൾ കുറച്ച് ഡേറ്റ തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അതാണ് DI എന്ന് പറയുന്നത്. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണം. മെയിൻസ് എക്സാമിന് ഈ DI മാത്രമേ ഉണ്ടാവൂ. അത് DI പല രൂപത്തിലുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം മുന്നോട്ട്. ഇപ്പോഴേ ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. അതൊക്കെ നമുക്ക് മുന്നോട്ട്. എന്തായാലും ഒരു 10ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ നിൽക്കാത്ത ഒന്നുമില്ല. ഈ ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു കാര്യം, കണക്ക് ഭയങ്കര ടഫാണ്. കണക്കിൽ നിങ്ങൾ കിടുവാണെ ബാങ്കിൽ ജോലി കിട്ടും, ഇല്ലെങ്കിൽ ആ പ്രദേശത്തോട്ട് പോകണ്ട മോനെ എന്നായിരിക്കും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക. ഇതൊക്കെ ഒരു മിത്താണ്. കണക്കിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്ന് ചോദിച്ചാൽ മാത്സ് ചെയ്യാം, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സോ യു ഡോണ്ട് നീഡ് ടു ബി ആൻ എക്സ്പേർട്ട് ഇൻ മാത്തമാറ്റിക്സ്. നിങ്ങൾ മാത്സിൽ ഒരു എക്സ്പേർട്ട് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇവിടുത്തേതായിട്ടുള്ള ചില രീതികളുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, അത് മനസ്സിലാവും 2-3 ക്ലാസ് കഴിയും. ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു മോഡൽ എക്സാം എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും ഇന്നതാണ് കാര്യങ്ങൾ. അപ്പൊ മനസ്സിലാവും സ്കൂളിൽ പഠിച്ച കണക്കും കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. കാര്യമില്ല എന്നല്ല, ആ രീതിയിൽ ചെയ്യാനുള്ള സമയം എനിക്ക് ഇവിടെ ഇല്ല, ഞാൻ മറ്റു മാർഗങ്ങൾ നോക്കണം. അപ്പൊ അതെന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഇവിടുന്ന് പഠിക്കും. അപ്പോ അങ്ങനെ മാത്സ് നിങ്ങൾക്ക് വലിയൊരു ടഫ് സബ്ജക്റ്റ് ഒന്നും അല്ല. മാത്സ് ഒന്നും അല്ല. ആദ്യം നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് കണക്ക് അറിയത്തില്ല സാറേ, അതാ എന്റെ കുഴപ്പം, അല്ലെങ്കിൽ ഞാൻ അങ്ങ് തകർത്തേനെ. കണക്ക് അറിയത്തില്ല, എന്റെ പ്രശ്നം കണക്കാണ്. അല്ല, കണക്കൊന്നും അല്ലടേ പ്രശ്നം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഇംഗ്ലീഷാണ് പ്രശ്നമെന്ന്. പിന്നെ മനസ്സിലാക്കി റീസണിങ്, ഇതൊന്നും അല്ല. പിന്നെ മനസ്സിലാക്കി ഞാൻ തന്നെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ മീൻസ് ഞാനല്ല, നിങ്ങൾ തന്നെയാണ് എന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ പരീക്ഷ കഴിഞ്ഞ് ഓരോരുത്തർ എന്നോട് പറയുന്നത് പോലെ, സാർ എന്റെ പ്രശ്നമാണ്, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്, ഇറ്റ് വാസ് മൈ പ്രോബ്ലം. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഉടനെ ജോലി കിട്ടും. മനസ്സിലായോ? അപ്പോ ഇത്രയാണ് മാത്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഇനി മാത്സ് എങ്ങനെ പഠിക്കണം? മാത്സ് എങ്ങനെ പഠിക്കണ്ടേ? ഡ്രൈവിംഗ് എങ്ങനെ പഠിക്കണ്ടേ? ഡ്രൈവിംഗ് എങ്ങനെ പഠിക്കുന്നത് അതുപോലെ മാത്സ് പഠിക്കണ്ടേ? ഡ്രൈവിംഗ് പറഞ്ഞു തന്നാണോ പഠിക്കുന്നത് നിങ്ങൾ? അഫ്കോഴ്സ് വേണം, പറഞ്ഞു തരണം. ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, സ്റ്റിയറിംഗ്, ഇത് 3 ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, ഗിയർ എങ്ങനെ ആയിരിക്കണം, എപ്പോ ഗിയർ ഇടണം എന്നൊക്കെ നിങ്ങൾ പഠിക്കണം. അല്ലാതെ ഉടനെ നിങ്ങൾ പോയി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഈ MSc മാത്സ് പഠിക്കണോ എന്ന് ചോദിക്കുന്ന പോലെയാണത്. നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണോ വണ്ടി ഓടിക്കാനായിട്ട്? യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയെ കുറിച്ച് എനിക്കറിയാം, ഞാൻ പോളിടെക്നിക്ക് പഠിച്ചത്, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കുമെന്ന് പറയാൻ പറ്റും. ശ്രീനിവാസൻ ഒരു സിനിമയിൽ മതിലിടിച്ച് പൊടിക്കുന്നുണ്ട്. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി അറിയാവുന്നവരാരും നല്ല ഡ്രൈവർമാരല്ല. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി അറിയണമെന്നില്ല നല്ല ഡ്രൈവർ ആവണമെങ്കിൽ. ഈ കാര്യങ്ങളെ എങ്ങനെ, സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു. സോ വണ്ടിക്കകത്ത് ഈ കയറി ഇരുന്ന് ഓടിക്കാനുള്ള ധൈര്യം ആര് കാണിക്കുന്നു അവൻ നല്ല ഡ്രൈവർ ആകും. പല ടെറൈനിലൂടെ ഓടിക്കണം, ടാറിട്ട റോഡിലൂടെ ഓടിക്കണം, ഗ്രാവലിട്ട റോഡിലൂടെ ഓടിക്കണം, കയറ്റം കയറണം, ഇറക്കം ഇറങ്ങണം, സ്ലിപ്പറി ആയിട്ടുള്ള റോഡിൽ കൂടെ ഓടിക്കണം. ഇങ്ങനെ പല ടെറൈനുകളിൽ ഓടിച്ച് വരുമ്പോൾ നിങ്ങൾ ഒരു നല്ല ഡ്രൈവർ ആവും. എവിടെയെങ്കിലും ഓടിക്കാൻ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഡ്രൈവർ അല്ല. സോ പ്രാക്ടീസ്, അത്രേ ഉള്ളൂ. കണക്ക് എങ്ങനെ പഠിക്കണം? ചെയ്ത് പഠിക്കണം. എങ്ങനെ ചെയ്ത് പഠിക്കണം? മതിയാവോളം ചെയ്ത് പഠിക്കണം. മതിയാവോളം എന്നൊരു വാക്കില്ല, ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു 500 ചോദ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. ഒന്നും ആയില്ല, അത് വെറും തോന്നല.
വീണ്ടും ഒരു 500 ചെയ്യണം, അപ്പോഴും ഒന്നും ആയില്ല, ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രാക്ടീസ് പ്രാക്ടീസ്, കുറച്ച് സമയം ഇതിനു വേണ്ടി കൊടുക്കണം, അത്രേ ഉള്ളൂ. മാത്സിന് അതേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. എക്സ്പേർട്ട് ആവുമൊന്നും വേണ്ട. നിങ്ങൾ 10ാം ക്ലാസ് വരെ നിങ്ങൾക്ക് അറിയാം, കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത്. അടുത്തത് റീസണിങ്. ബോധം ഉണ്ടോ എന്നാ ചെക്ക് ചെയ്യുന്നത്, ചിന്തിക്കാനുള്ള കഴിവുണ്ടോ. ലോജിക്കൽ റീസണിങ് എന്നാണ് അതിനെ വിളിക്കുന്നത് തന്നെ. കോഡിങ്, ഡീകോഡിങ്. ഒരു വാക്കിനെ വേറെ രീതിയിൽ കോഡ് ചെയ്യുന്നു, അതെന്തുവാ. ആൽഫ ന്യൂമറിക് സീരീസ്, നമ്പേഴ്സും ലെറ്റേഴ്സും എല്ലാം കൂടെ തരും. അത് വെച്ചിട്ട് നമ്മൾ ഇടത്തുനിന്ന് മൂന്നാമത്തേന്റെ വലത്തുനിന്ന് 7ാമത് കിടക്കുന്ന നമ്പർ ഏതാണ് എന്നെണ്ണണം, എന്ന് കണ്ടുപിടിക്കണം. ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ്. തെക്കോട്ട് പോയി, വടക്കോട്ട് പോയി, കിഴക്കോട്ട് പോയി, ഇപ്പൊ എവിടാ നിൽക്കുന്നത്. ബ്ലഡ് റിലേഷൻ. എന്റെ കുഞ്ഞമ്മയുടെ നാത്തുവിന്റെ അളിയന്റെ മോന് അവന്റെ ചേച്ചിയുടെ അനിയന്റെ ഭർത്താവാണ്. അങ്ങനാണെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം. പസിൽസ്. 5 പേര് വട്ടത്തിലിരിക്കുന്നു, ഒരുത്തം തെക്കുന്ന് വടക്കോട്ട് നോക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾ. ഇൻഇക്വാലിറ്റീസ്. എ ഗ്രേറ്റർ ദാൻ ബി ആണ്, ബി ഗ്രേറ്റർ ദാൻ സി ആണ്, സി ഗ്രേറ്റർ ദാൻ ഡി ആണ്. അങ്ങനെയാണ് എയും സിയും തമ്മിലുള്ള ബന്ധമുണ്ട്. ഓർഡർ ആൻഡ് റാങ്കിങ്, അതും പസിലാണ്. പിന്നെ സിലോജിസം. സിലോജിസം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ലോജിക്കൽ റീസണിങ്ങിന്റെ ഒരു ഫോർമാറ്റ് ആണ് സിലോജിസം എന്ന് പറയുന്നത്. രണ്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ട് കൺക്ലൂഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുന്ന രീതിയാണ്. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ റെക്കോർഡഡ് സെഷൻസിനകത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പൊ ഇതാണ് റീസണിങ് എന്ന് പറയുന്നത്. റീസണിങ്ങും മാത്സ് പോലെ തന്നെയാണ്, പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമാണ്. മാത്സും റീസണിങ്ങും ഒന്ന് തന്നെയാണ്, രണ്ടും നിങ്ങളുടെ ലോജിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഭാഷ എങ്ങനെയാ പഠിക്കണ്ടേ? നിങ്ങൾ മലയാളം പഠിച്ചത് എങ്ങനെയാ? നിങ്ങളുടെ മദർ ടങ് ആയതുകൊണ്ട്. സോ സംസാരിച്ച് പഠിക്കുക. സോ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷില് ബാങ്ക് എക്സാമിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഒരു ഭാഷ പഠിക്കുകയാണ്. തമിഴ് പഠിക്കുന്നത് പോലെ, മലയാളം പഠിച്ചതുപോലെ ഒരു ഭാഷ പഠിക്കുകയാണ്. അപ്പൊ എങ്ങനെ ആ ഭാഷ പഠിക്കുക? എഴുതുക, വായിക്കുക, കേൾക്കുക, സംസാരിക്കുക. എഴുതുക, മനസ്സിൽ തോന്നുന്ന എല്ലാം ഇംഗ്ലീഷിൽ എഴുതി പഠിക്കുക. തെറ്റിക്കോട്ടെ, തെറ്റിക്കോട്ടെ, തെറ്റിനെ പേടിക്കണ്ട. സംസാരിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക, കേട്ട് പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ കറണ്ട് അഫേഴ്സിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പറയാം. ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് പറഞ്ഞാൽ എന്താ? കറണ്ട് അഫേഴ്സ് പ്ലസ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്. കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പരീക്ഷ മെയിൻ എക്സാം ജൂണിലാണെങ്കിൽ ജനുവരി മുതലുള്ള, അതായത് 6 മാസത്തെ പരീക്ഷയ്ക്ക് 6 മാസം മുമ്പുള്ള കറണ്ട് അഫേഴ്സ് വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അതായത് പത്രം കൃത്യമായി വായിക്കുക. അതാണ് ഞാൻ പറഞ്ഞു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാങ്ക് എക്സാമിന് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറാണ്, ദ ഹിന്ദു. ആ പത്രം എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. എപ്പോഴും നിങ്ങൾ ഉറങ്ങുന്നത് ഹിന്ദു കെട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കണം. അതായത് ഇന്ന് മുതലുള്ള ഹിന്ദു നിങ്ങൾ വായിച്ചിരിക്കണം. ഇന്ന് മുതലുള്ളത്. ഇന്ന് എന്തായാലും നല്ലൊരു ദിവസമാണല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുതലുള്ള ഹിന്ദു നിങ്ങൾ വായിച്ചിരിക്കണം. അതിനോട് പറഞ്ഞാൽ മതി, ഇന്നത്തെ ഹിന്ദു വേണമെങ്കിൽ അവിടെ തരും. അപ്പൊ ഇന്ന് മുതലുള്ള ഹിന്ദു നിങ്ങൾ വായിച്ചിരിക്കണം. വായിച്ച് അതിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഫ്രണ്ട് പേജിലെ പ്രധാനപ്പെട്ട ന്യൂസ് എന്താണ്, നാഷണലിലെ പ്രധാനപ്പെട്ട ന്യൂസ് എന്താണ്, ഇന്റർനാഷണലിലെ പ്രധാനപ്പെട്ട ന്യൂസ് എന്താണ്, എക്കോണമിയിലെ പ്രധാനപ്പെട്ട ന്യൂസ് എന്താണ്, സ്പോർട്സിലെ പ്രധാനപ്പെട്ട ന്യൂസ് എന്താണ്. ഇതിങ്ങനെ ഡേറ്റ് ഇട്ട് ഒരു നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കണം. ഹെഡ്ലൈൻസ് അങ്ങനെ എഴുതി വെച്ചാൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ കറണ്ട് അഫേഴ്സിന് പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 6 മാസം കൃത്യമായിട്ട് ഇത് ചെയ്യുന്ന ഒരാളിന്, ഇപ്പൊ ജനുവരി മുതൽ ഇത് ചെയ്തു വന്ന ഒരാളിന് ഏത് പരീക്ഷയും പോയി എഴുതാം. കറണ്ട് അഫേഴ്സ് സെക്ഷനിൽ മൊത്തം മാർക്ക് മേടിക്കാൻ പറ്റും, കാരണം ഇതിൽ നിന്നല്ല ഒന്നും ചോദിക്കത്തില്ല. സോ നിങ്ങളുടെ പ്രൈമറി സോഴ്സ് ഫോർ കറണ്ട് അഫേഴ്സ് ഓർ ജനറൽ അവയർനെസ് ഷുഡ് ബി ദ ഹിന്ദു ന്യൂസ് പേപ്പർ. ആൻഡ് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്നതുകൊണ്ട് മറ്റൊരു ഗുണം കൂടെ ഉണ്ട്. ഹിന്ദു പത്രം എടുത്തൊന്ന് വായിച്ചു നോക്കിക്കുക. വെറുതെ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ 10 പുതിയ വാക്കുകൾ നിങ്ങൾ പഠിക്കും. ആ നോട്ട്ബുക്കിന്റെ മറു സൈഡിലേക്ക് മൈ വൊക്കാബുലറി ബുക്ക് എന്ന് എഴുതിയിട്ട് ഈ 10 പുതിയ വാക്കുകളും എഴുതുക. വേർഡ് എഴുതുക, അതിന്റെ മീനിങ് എഴുതുക, അതിന്റെ ആന്റോണിം എഴുതുക, സിനോണിം എഴുതുക. ആ വേർഡ് വെച്ചിട്ടുള്ള ഒരു സാമ്പിൾ സെന്റൻസ് എഴുതി വെക്കുക. അങ്ങനെ വാക്കുകൾ പഠിക്കുക. ബാങ്ക് എക്സാമിന്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൊക്കാബുലറി. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത വാക്കുകൾ അവർ ചോദിക്കും. അതിന്റെ മീനിങ് എന്താണെന്ന്, ആന്റോണിം എന്താണെന്നും സിനോണിം എന്താണ്. ഈ വാക്കുകളെല്ലാം അവരെടുക്കുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നാണ്. സോ അതുകൊണ്ട് ഹിന്ദു അല്ലാതെ മറ്റൊരു പത്രവും നിങ്ങൾ വായിക്കരുത്. ഹിന്ദു ന്യൂസ് പേപ്പർ ഇന്നു മുതൽ വായിച്ചിരിക്കണം അറ്റ് എനി കോസ്റ്റ്. സോ ഇനി എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇന്നത്തെ പത്രം വായിച്ചോ എന്നായിരിക്കും. അവിചാരിതമായിട്ട് നിങ്ങൾ എന്നെ ബസ്സിൽ വെച്ച് കാണാം, റോഡിൽ വെച്ച് കാണാം, എവിടെയെങ്കിലും വെച്ച് കാണാം. എന്നോട് നിങ്ങൾ സാർ സുഖമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചു ചോദിക്കുന്ന സുഖമാണ്, ഇന്നത്തെ പത്രം വായിച്ചായിരുന്നു എന്നായിരിക്കും. കാരണം ഇന്നത്തെ പത്രം നിങ്ങൾ വായിക്കണം. ഇന്നത്തെ എന്നല്ല, ഏത് ദിവസമാണോ എല്ലാ ദിവസവും. അതൊരു ഹാബിറ്റ് ആയിരിക്കണം. മരണം വരെ ഇന്ന് മുതൽ നിങ്ങൾ എടുക്കുന്ന ഒരു ബോൾഡ് ഡിസിഷൻ ആയിരിക്കണം. നിങ്ങൾ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമോ എന്തോ ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ എടുക്കുന്ന ഒരു ബോൾഡ് ഡിസിഷൻ ആയിരിക്കണം. ഇന്ന് മുതൽ എന്റെ മരണം വരെ ഞാൻ ഹിന്ദു ന്യൂസ് പേപ്പർ ഒരു ദിവസം പോലും മുടങ്ങാതെ വായിച്ചിരിക്കും. സത്യം സത്യം സത്യം. സോ അത് നിങ്ങളുടെ റെസൊല്യൂഷൻ ആയിരിക്കണം, അത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം. അത് വായിച്ചാൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾ പാട്ടും പോലെ വേറെ ആരും ഒരു ക്ലാസ്സും ഇല്ല. ജനറൽ അവയർനെസ്സിന് വേണ്ടി ഒരു ക്ലാസ്സും ആരും നിങ്ങൾക്ക് തരണ്ട. എല്ലാ പിള്ളേരെല്ലാം ചെയ്യുന്നത് മെയിൻ എക്സാം ആകുമ്പോൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയിട്ട് കറണ്ട് അഫേഴ്സിന്റെ കുറെ ക്യാപ്സ്യൂൾ ഡൗൺലോഡ് ചെയ്ത് വായിച്ചുകൊണ്ട് പോകും. ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി വെക്കാം ഈ പറയുന്ന ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന സാധനം. സോ കറണ്ട് അഫേഴ്സിന് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുക. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ആവാൻ ഏറ്റവും നല്ല കാര്യമാണ് പത്രം വായിക്കുക. പത്രം വായിക്കുമ്പോൾ പത്രം വായിച്ച് ശീലമുള്ള ഒരാളിന് ഈ എറർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇതിനകത്ത്. കണ്ടോ, എറർ സ്പോട്ടിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇംഗ്ലീഷിൽ. ഒരു സെന്റൻസിൽ ആ എറർ നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കൃത്യമായി പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ നാളെ അവളെ കാണും എന്നല്ലേ പറയത്തുള്ളൂ, ഞാൻ നാളെ അവളെ കണ്ടു എന്ന് പറയത്തില്ലല്ലോ. എന്താ കാര്യം? റീസൺ ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. അപ്പൊ നിങ്ങൾ അറിയാതെ ശരി വായിച്ചു പോകും. അപ്പൊ പറയാം ഇവിടാണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. റീസൺ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ എറർ സ്പോട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഗ്രാമറിന് യാതൊരു വിലയില്ല. മലയാളത്തിലെ നിങ്ങൾക്ക് ഗ്രാമർ എന്തെങ്കിലും അറിയാമോ? നിങ്ങൾക്ക് കർത്താവും കർമ്മണിയും വേരച്ചോ മിനയച്ചോ ഒക്കെ നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. പക്ഷെ നിങ്ങൾ മലയാളം സംസാരിക്കുന്നില്ലേ? സോ ഗ്രാമർ അറിഞ്ഞിട്ടാണോ നമ്മൾ സംസാരിക്കുക? അല്ല, ഗ്രാമർ അറിഞ്ഞിട്ടല്ല നമ്മൾ സംസാരിക്കുക. സംസാര ഭാഷയിൽ ഗ്രാമർ ഇല്ല. സോ കറണ്ട് അഫേഴ്സിനും ഇംഗ്ലീഷിനും വേണ്ടിയിട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ ആണ് നിങ്ങളുടെ പ്രൈമറി സോഴ്സ്. സോ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് പത്രമായിരിക്കണം. അത് ചെയ്യുമോ? പത്രം കൃത്യമായിട്ട് വായിക്കുമോ ഇന്ന് മുതൽ? ഓൺലൈൻ എഡിഷൻ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബാങ്ക് എക്സാമിനോ അല്ലെങ്കിൽ SSC UPSC പരീക്ഷകൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് എത്തിപ്പെടണമെങ്കിൽ പത്രം വായിക്കണം കേട്ടോ. ഒരു 5ാം ക്ലാസ് മുതൽ പത്രം വായിക്കുന്ന ഒരു കുട്ടിക്ക് UPSC പരീക്ഷയുടെ പ്രിലിംസ് കിട്ടുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പവർഫുൾ ആണ് ആ സാധനം, ന്യൂസ് പേപ്പർ. IAS പരീക്ഷയുടെ പ്രിലിംസ് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുമെന്നാണ് പറയുന്നത് പത്രം വായിച്ചു കഴിഞ്ഞാൽ. അതുപോലെ അപ്പൊ അത്രയ്ക്ക് പവർഫുൾ ആണ് ന്യൂസ് പേപ്പർ. അതും ഹിന്ദു തന്നെ വായിക്കണം. ഇന്ത്യൻ എക്സ്പ്രസോ ടൈംസ് നൗവോ ടൈംസ് ഓഫ് ഇന്ത്യ ഒന്നും വായിച്ചാൽ പോരാ, ഹിന്ദു ന്യൂസ് പേപ്പർ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചിരിക്കുക. ഓക്കെ, ഇനി അപ്പൊ ഇത്രയാണ് നമ്മുടെ സെഷനെ കുറിച്ച്, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ കോഴ്സിനെ കുറിച്ചാണ്. അതൊന്നും ഞാൻ ഇവിടെ PPT ആയിട്ട് പോലും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനിപ്പോ നമ്മുടെ കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ക്ലാസ്സും അല്ല ഇത്. ഇനി നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണെന്നൊന്ന് പറഞ്ഞേക്കാം. അതായത് ഈ പരീക്ഷയ്ക്ക് ഒരു IBPS PO എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമേ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ ഡിസിഷൻ ആണ്. സോ ഈ ഡിസിഷൻ ആയിട്ട് എടുത്തിട്ടുള്ളവർക്ക് ഒരു സഹായം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നടത്തുന്നത്. അതായത് നിങ്ങൾക്ക് പ്രിലിംസ് എക്സാം പാസ് ആവുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായം. സോ നിങ്ങൾക്കൊരു സപ്പോർട്ട്, നിങ്ങളുടെ ബാക്കിൽ ഞാനുണ്ട് എന്ന് പറയാനായിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും വില കുറച്ചാണ് നമ്മൾ അത് ഇട്ടേക്കുന്നത്. കാരണം നമുക്ക് ഇതിനകത്ത് നിന്ന് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. 3200 രൂപ നിങ്ങൾ നോക്കിക്കോ. ബാങ്ക് IBPS POയുടെ ക്രാഷ് കോഴ്സ്, ഇതില് എല്ലാവരും പറയുന്ന ക്രാഷ് കോഴ്സ് അല്ല നമ്മുടെ ക്രാഷ് കോഴ്സ്. എല്ലാവരും പറയുന്ന 2 മാസത്തെ വാലിഡിറ്റി പ്രിലിംസ് വരെ. ഞാൻ അങ്ങനല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് 1 വർഷത്തെ വാലിഡിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. അടുത്ത വർഷത്തെ POയ്ക്ക് വരെയും നിങ്ങൾക്ക് എഴുതാം. അതിന് വരെ ഈ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. എക്സാംസ്, വീഡിയോ ലെസൺസ്, മോക്ക് ടെസ്റ്റുകൾ, PDF നോട്ടുകൾ, ഇതെല്ലാം അടുത്ത വർഷത്തെ എക്സാം വരെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും.
ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ്. കോഴ്സിന്റെ ഒരു രീതി ഞാൻ പറയാം. അതായത് ഇതിനകത്ത് നിങ്ങൾ ഇപ്പൊ ഈ കോഴ്സ് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കും. നിങ്ങൾ ആദ്യം ഇവിടെ കാണുന്നത് കുറെ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. കാരണം ഇതൊരു ക്രാഷ് പ്രോഗ്രാം ആണ്. 50 ദിവസത്തെ സമയമേ നമ്മുടെ മുൻപിലുള്ളൂ. അപ്പൊ എല്ലാ ടോപ്പിക്കിന്റെയും ബേസിക് ഇങ്ങനെ വന്ന് ലൈവ് ക്ലാസ്സിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്കും സമയമില്ല, നിങ്ങൾക്കും സമയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് തന്നിട്ടുണ്ട്. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ബേസ് ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾ കാണുക. അത് കണ്ടതിന് ശേഷം ധാരാളം മോക്ക് ടെസ്റ്റുകൾ ആപ്പിൽ അവൈലബിൾ ആണ്. ഓരോ ടോപ്പിക്കിന്റെയും സെക്ഷണൽ വൈസ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പഠിച്ച കാര്യം നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ധാരാളം എക്സാം എഴുതുക. നിങ്ങൾ എഴുതിയാലും തീരാത്ത പോലെ എക്സാംസ് അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ എക്സാംസ് നിങ്ങൾ എഴുതുക. അത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. എന്നിട്ടാണ് നിങ്ങൾ ലൈവ് ക്ലാസ്സിലേക്ക് വരുന്നത്. ലൈവ് ക്ലാസ്സിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ ബേസ് കാര്യങ്ങളൊന്നും മിണ്ടത്തില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കും. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള IBPS-POയുടെ പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കും. എന്നിട്ട് അതേപോലെയുള്ള ഫുൾ ലെങ്ത് എക്സാമുകൾ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കും. അങ്ങനെ കഴിയുന്നത്ര പരീക്ഷകൾ എഴുതി ായിരിക്കും നിങ്ങൾ റിയൽ എക്സാമിന് പോകുന്നത്. അപ്പൊ റിയൽ എക്സാമിന് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു പുതുമ ഉണ്ടായിരിക്കത്തില്ല. അവിടെ നിങ്ങൾ കാണുന്ന അതേ സ്ക്രീൻ, അതേ ഗ്രാഫിക്സിലുള്ള സ്ക്രീനാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ആ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് അവിടെ കാണുന്ന അതേ സ്ക്രീനിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അതേ എക്സ്പീരിയൻസിൽ, അതേ ഫീലിൽ, അതേ UI-യിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ ഹാളിൽ ഒരു പുതുമയില്ല. ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ എഴുതാൻ പറ്റും. നിങ്ങൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിരിക്കും. സോ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പുറയിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഞാനുണ്ട് കൂടെ, ധൈര്യമായിട്ടിരിക്കുക. സോ അങ്ങനെ ഒരു കോഴ്സാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ, ഈ ഒരു മിഷനിൽ എന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. 3200 രൂപയാണ് ഫീസ്. ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് GPay ഉപയോഗിച്ച് പേ ചെയ്യാം. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ച് പേ ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ EMI ഓപ്ഷൻ ഉണ്ട്. മാസം എനിക്ക് തോന്നുന്നു 10-900 രൂപ എന്തോ ഓളം തോന്നുന്നു EMI ഉള്ളത്. 2 വർഷം വരെയുള്ള EMI ഒക്കെ കിട്ടും. ആ EMI വെച്ച് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ഇനി അതല്ല നിങ്ങൾക്കൊരു ചോദിച്ചോളൂ. എന്നോടാണോ? കൊടുക്കണ്ട കേട്ടോ. ഹലോ. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് അതല്ല, ഈ ക്രാഷ് കോഴ്സിനല്ല താല്പര്യം, നിങ്ങൾക്ക് ഒരു ലോങ് ടേം കോഴ്സിനാണ്. ലോങ് ടേം കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ ജോലി കിട്ടണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. സോ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഒരു കോഴ്സിനാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബാങ്ക് എക്സാം ചേസർ എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മുടെ ആപ്പിലുണ്ട്. അതെടുത്താൽ നിങ്ങൾക്ക് 1 വർഷത്തെ വാലിഡിറ്റി മാത്രമല്ല, നിങ്ങൾക്ക് എന്നാണോ ജോലി കിട്ടുന്നത് അന്ന് വരെയും ഉള്ള കണ്ടിന്യൂസ് സപ്പോർട്ടും ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഉള്ള ഒരു വലിയ പാക്കേജ് ആണത്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഈ ഒരു എക്സാം മാത്രമാണ് നിങ്ങൾ നോക്കുന്നത്, ഈ ബാങ്ക് എക്സാം ചേസർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലത്തുള്ള ബാങ്കിങ് മേഖലയിൽ ഇനിയും വരുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. കാരണം അടുത്ത വർഷം വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും ക്രാഷ് കോഴ്സ് തുടങ്ങും. അപ്പൊ അതിന്റെ ലൈവ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടും. അങ്ങനെ ഉള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ബാങ്ക് എക്സാമിനുള്ള നിങ്ങൾ ഏജ് ഓവർ ആവുന്നത് വരെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ എത്ര നാൾ നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നു അത്രയും നാളുള്ള ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് ആയിരിക്കും ബാങ്ക് എക്സാം ചേസർ എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ അതിന്റെ ഭാഗമായും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ ധാരാളം ഈ പറഞ്ഞ പോലെ റെക്കോർഡഡ് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം അതിലും കിടപ്പുണ്ട്. ലൈവ് ക്ലാസ്സുകളും എല്ലാം അതിലും കിടപ്പുണ്ട്. അതും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോ എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു സെഷന്റെ ഉദ്ദേശം എനിക്ക് ഈ കുറെ അധികം കാര്യങ്ങൾ നിങ്ങളോട്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചോ കോഴ്സിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വരുന്ന ബുധനാഴ്ച മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുധനാഴ്ച എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 14 ബുധനാഴ്ച മുതലാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ട് പഠിച്ചു തുടങ്ങുക. എന്നിട്ട് ലൈവ് ക്ലാസ്സിലേക്ക് വരും. സോ ബുധനാഴ്ച മുതൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും.
അപ്പൊ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അതിലേക്ക് വരിക. സോ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, കുറച്ചൊരു എഫേർട്ട് എടുക്കാൻ, കുറച്ച് കൂടുതൽ സമയം മാറ്റി വെച്ച് ഇതിനു വേണ്ടി പഠിക്കാൻ, വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മക്കളെ, IBPS PO എന്നൊക്കെ പറയുന്നത് നിങ്ങൾ മോഹൻലാൽ ഏതോ ഒരു സിനിമ പറഞ്ഞ പൂ പറിക്കുന്ന പോലെ നിസ്സാരമാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് എഫേർട്ട് എടുക്കണം, കുറെ അധികം കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പരീക്ഷയാണ്. ഓക്കെ, സോ ഇതിനകത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ, ഞാൻ ഈ പറഞ്ഞതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. എനി ഡൗട്ട് ആർക്കെങ്കിലും? ഇല്ല, അവർക്ക് സംശയങ്ങളൊന്നുമില്ല. സാർ, ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ എങ്ങനെ ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യണം? ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ആദ്യം എന്താണ് പരീക്ഷ എന്ന് മനസ്സിലാക്കുക. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ കോഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ ബേസ് ടോപ്പിക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പഠിക്കുക. എല്ലാത്തിന്റെ ഒരു ബേസ് ഉണ്ടാക്കി എടുക്കുക ആദ്യമേ. മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും, ഈ 3 കാര്യങ്ങളിൽ ഒരു ബേസ് ഉണ്ടാക്കി എടുക്കുക. അറ്റ് ദ സെയിം ടൈം കറണ്ട് അഫയേഴ്സിന്റെ കൂടെ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി മാത്രം പഠിക്കരുത്, മെയിൻസ് കൂടെ കണ്ടുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. അപ്പൊ ഈ ഒരു ബേസ് ബിൽഡ് ചെയ്തെടുക്കുക, മാത്സ് റീസണിങ് ഇംഗ്ലീഷ്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പത്രം വായന അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയുള്ള വർക്കും കൂടെ ചെയ്തു തുടങ്ങുക. ഇത് ഇത്ര നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. സോ ആദ്യം ഒരു ബേസ് നന്നായിട്ട് സ്ട്രോങ് ആക്കുക, അതിനുശേഷം പ്രാക്ടീസ്. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോവുക. ലൈവ് ക്ലാസ് ടൈമിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും? ഈവനിങ് ലൈവ് ക്ലാസിന്റെ സമയം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 7:30 മുതൽ 9 മണി വരെ ആയിരിക്കും. ഈ ലൈവ് ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡഡ് സെഷൻസ്, എല്ലാ ക്ലാസ്സും, നമ്മുടെ എല്ലാ ക്ലാസ്സസും റെക്കോർഡഡ് ആണ്. ഇപ്പൊ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ക്ലാസ് റെക്കോർഡഡ് എന്നൊരു വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ റെക്കോർഡഡ് സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ കയറണം. അല്ലാതെ നിങ്ങൾ അതിന്റെ റെക്കോർഡ് കാണാനാണെങ്കിൽ പിന്നെ എല്ലാം എനിക്കങ്ങ് റെക്കോർഡ് ചെയ്ത് തന്നാൽ പോലെ. സോ മാക്സിമം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അതുകൊണ്ടാണ് എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടിയാണ് വൈകുന്നേരം 7:30 മുതൽ 9 മണി വരെ എന്നുള്ളത്. അപ്പൊ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മാക്സിമം ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ കാരണം അതുകൊണ്ട് അതിനൊരു പ്രയോജനമുള്ളൂ. കാരണം കുറച്ചുകൂടെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. LDCക്ക് വീണ്ടും ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ രണ്ടും കൂടെ കുളവാകുമോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. LDC വേറെ, ഇത് വേറെ. ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് LDCക്കും പ്രയോജനം ചെയ്യും, ഇംഗ്ലീഷും മാത്സും ഒക്കെ. പിന്നെ അവിടെ നമുക്ക് GK വേണ്ടാന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ അത്ര കുറച്ചൊരു എഫേർട്ട് എടുക്കാൻ തയ്യാറായാൽ മതി. അപ്പൊ മറ്റേത് നിങ്ങൾക്ക് GK മാത്രം നോക്കിയാൽ മതി. അപ്പൊ ബാക്കിയെല്ലാം ഇവിടുന്ന് നിങ്ങൾക്ക് ഇതിനപ്പുറത്തുള്ള മാത്സ് ഒരിക്കലും അവിടെ ചോദിക്കത്തില്ലല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോക്കസ്, LDC ഇതിന്റെ കൂടെ ഈസി ആയിട്ട് പൊക്കോളും. അങ്ങനെ LDC കൂടെ നോക്കാൻ പറ്റുമെങ്കിൽ ഇംഗ്ലീഷ് ബേസ്ഡായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് CGL പോലെയുള്ള പരീക്ഷകളും അതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഒന്നിച്ചൊരു സിലബസ് ആക്കി വെച്ചാൽ ഇത്രേ ഉള്ളൂ സംഭവം. ഇതെല്ലാം നമ്മൾ റെഡി ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇടത്തേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. സാർ, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമോ? മക്കളെ, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇതാണ്. അതായത് അത് 2 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ഒരു ലെറ്റർ റൈറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു എസ്സേ റൈറ്റിംഗ്. ഇത് 2 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ 2-3 എണ്ണം കാണും. അതിന് 2 ചോദ്യങ്ങൾ നമ്മൾ എടുത്താൽ മതി. 25 മാർക്കാണ് അതിന് 2നും കൂടെ വരിക. അപ്പൊ അത് അങ്ങനെ 30 മിനിറ്റ്. അത് നിങ്ങൾ ടൈപ്പ് ചെയ്താണ് കൊടുക്കുക. അതായത് നിങ്ങൾ ഈ മെയിൻസ് എക്സാമിന് കയറിയിരിക്കുമ്പോൾ മെയിൻസ് എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ സ്ക്രീനിൽ ആ എക്സാം കഴിഞ്ഞ് അടുത്തത് വീണ്ടും അടുത്തതായിരിക്കും ഈ ഒരു സെഷൻ വരിക കേട്ടോ. അത് 2 ഒന്നിച്ച് ഒരു സമയം തന്നെ ആയിരിക്കും, ഒരു ദിവസം തന്നെ ആയിരിക്കും പരീക്ഷ നടത്തുക. നമ്മൾ അതിനുള്ള ആക്ടിവിറ്റീസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും, നിങ്ങളെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കും, നിങ്ങളെ കൊണ്ട് അങ്ങനെയുള്ള അസൈൻമെന്റുകളൊക്കെ നിങ്ങൾക്ക് തരും. ഇതോടൊപ്പം SBI PO പ്രിപ്പയർ ചെയ്യാൻ എക്സ്ട്രാ സിലബസ് ഒന്നുമില്ല. SBI PO ഇത് തന്നെയാണ്. ഇതിനകത്ത് വേറെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞേ, ഇത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് SBI POയ്ക്ക് ഉപയോഗിക്കാം, IBPS POയ്ക്ക് ഉപയോഗിക്കാം. അതിന്റെ കൂടെ GK കൂടെ നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CGL അപ്ലൈ ചെയ്യാം, CGL ചെയ്യാം. കുറച്ച് PSCക്ക് ഒരാൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ്. സോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് GKയിൽ ഒരു നല്ല സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് SSCക്ക് ട്രൈ ചെയ്തുകൂടാ? അപ്പൊ SSC നോക്കും. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, IBPSന്റെ മാത്സും റീസണിങ്ങും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു
നോളജ് നിങ്ങൾക്ക് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബാക്കി ഒന്നും ഒരു വിഷയം വരത്തില്ല. അതിനപ്പുറത്തോട്ട് ഒരിക്കലും SSC-യുടെ CGL പോകത്തില്ല, PSC-യുടെ പരീക്ഷ പോകത്തില്ല, ബാക്കി ഒരു പരീക്ഷയും പോവില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാക്കി എല്ലാം അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പൊ SBI POയ്ക്ക് ഇതിന്റെ കൂടെ തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. SBI PO ഇനിയിപ്പോ വലിയ വേക്കൻസി വരുന്നുണ്ട്. സോ അന്നേരം നിങ്ങൾക്ക് ഈ കോഴ്സ് തന്നെ അതിൽ പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും കേട്ടോ. വേറെ വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ മക്കളെ? ചോദിച്ചോ. സോ ബേസ് ക്ലാസ്സുകൾ കുറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് തന്നെ അഡ്മിഷൻ എടുത്ത് അത് കണ്ടു നോക്കുക. വെറുതെ സിനിമ കാണുന്ന പോലെ കണ്ടാൽ മാത്രം പോരാ. ഒരു പേനയും പേപ്പറും എടുത്തിരുന്നുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് തനിയെ ചെയ്തു നോക്കി മനസ്സിലാവാത്ത എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ തന്നെ, ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് ചോദിക്കാം. ഗ്രൂപ്പിലല്ല, എന്റെ പേഴ്സണൽ നമ്പറിലുണ്ട്. ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ഞാനാണ്. അത് എന്റെ പേഴ്സൺ അല്ലെങ്കിൽ അതിനോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത ആളിനോട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്നോട് എന്ത് ഡൗട്ടും മാത്സിന്റെ ചോദിക്കാം. SSC ഓൺലൈൻ എക്സാം, അതെ അതെ, SSC ഓൺലൈൻ എക്സാം. സാർ ഇപ്പൊ പറഞ്ഞ ക്രാഷ് കോഴ്സ് പ്രിലിംസിന് ഒരിക്കലും അല്ല. പ്രിലിംസ് നമ്മുടെ പ്രോഗ്രാം എന്ന് നിങ്ങൾ തിരുവനന്തപുരത്ത് കയറാൻ വേണ്ടി ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ആറ്റിങ്ങലാണ് ഇറക്കി വിടുന്നത്. അല്ല, നിങ്ങളെ ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുവിടും. ഞാൻ പറഞ്ഞില്ലേ, ഇന്റർവ്യൂവിന്റെ വരെ ക്ലാസ് അതിനകത്തിലുണ്ട് മക്കളെ. ഇന്റർവ്യൂ വരെയുള്ള ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രിലിംസിന് വേണ്ടി അല്ല ഞാൻ ഒരു കോഴ്സ് നടത്തുന്നത്. എനിക്ക് അങ്ങനെ ഒരു ശീലം ഇല്ല. കാരണം പ്രിലിംസ് കഴിഞ്ഞ് പിന്നെ മെയിൻസ് വേണ്ടായോ? അപ്പൊ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂവിന് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത്. അതാ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. പ്രിലിംസും മെയിൻസും നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഇന്റർവ്യൂ നിങ്ങൾ എനിക്ക് വിട്ടേക്കാൻ ഞാൻ പറഞ്ഞില്ലേ. അപ്പം പ്രിലിംസും മെയിൻസും മാത്രമല്ല, ഇന്റർവ്യൂ വരെയുള്ള കാര്യങ്ങൾ അതിനകത്തിലുണ്ടാവും കേട്ടോ. അത് പ്രിലിംസിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ എല്ലാം കവർ ചെയ്യും. അതല്ല, ഒരു വർഷത്തെ വാലിഡിറ്റി നമ്മൾ അതിൽ തന്നിരിക്കും. യെസ്. വേറെ എനി ഡൗട്ട്? എല്ലാം കഴിഞ്ഞോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം. സോ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന്, ഞാൻ എത്രയും പെട്ടെന്ന് പറയുന്നത് എന്റെ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം അതിന്റെ ഒരു ടെക്നിക്കൽ ബുദ്ധിമുട്ട് പറഞ്ഞതാണ്. കാരണം നിങ്ങൾക്ക് കുറെ ബേസ് ക്ലിയർ ആവാനുണ്ട്. അതിനുശേഷം വേണം നിങ്ങൾ ലൈവ് ക്ലാസ്സിലേക്ക് വരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുന്നത് താല്പര്യമുള്ളവര് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി ആർക്കെങ്കിലും? ആർക്കും ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായി ശ്രമിക്കുക. നിങ്ങൾ വിചാരിച്ചാൽ, സാർ ഇപ്പൊ പറഞ്ഞോ, അല്ല സോറി, നേരത്തെ വായിച്ച കമന്റ് ആണ്. ഓക്കെ, അപ്പോ നന്നായി വർക്ക് ചെയ്യുക, നന്നായി ശ്രമിക്കുക. ഒന്നല്പം ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം ആണ് IBPS PO എന്ന് പറയുന്നത്. ടഫ് എക്സാം ആണെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ആ ഒരു അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഈസി ആയിട്ട് നിങ്ങളുടെ കരിയറിൽ ഒരിക്കൽ മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണത് എന്ന് വിചാരിച്ച് നന്നായിട്ട് എല്ലാവരും വർക്ക് ചെയ്യുക. സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒക്കെ ഒരു തരത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.